നമസ്കാരം. പന്തളം ഫാമേഴ്സ് ട്രെയിനിങ് സെന്ററിന്റെ ആഭിമുഖ്യത്തിൽ നടത്തുന്ന സുഭിക്ഷ കേരളത്തിന്റെ ഭാഗമായി നടത്തുന്ന കൃഷി പാഠശാലയുടെ 66ാമത് ക്ലാസ്സാണ് ഇന്നിവിടെ നടത്തുന്നത്. ഇന്നത്തെ നമ്മുടെ വിഷയം ശാസ്ത്രീയ കന്നുകാലി പരിപാലനം എന്ന വിഷയത്തെ ആസ്പദമാക്കിയാണ്. ഇതിന്റെ ക്ലാസ് നയിക്കുന്നത് കേരള വെറ്റിനറി ആൻഡ് ആനിമൽ സയൻസ് യൂണിവേഴ്സിറ്റി തൃശ്ശൂരിലെ ഡോക്ടർ ജിത്ത് ജോൺ മാത്യു ആണ്. ഈ ക്ലാസ് കർഷകർക്ക് ഏറെ പ്രയോജനകരമാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. സാറിനെ ഈ ക്ലാസ് എടുക്കുന്നതിനായിട്ട് ക്ഷണിച്ചുകൊള്ളുന്നു. താങ്ക് യു മാഡം. എനിക്ക് അല്പം എക്കോ മാഡത്തിന്റെ അവിടെ നിന്നും എനിക്ക് വന്നായിരുന്നു. അപ്പം ആരുടെ കുഴപ്പമാണെന്ന് എനിക്കറിയില്ല. ഇപ്പം മാറിയോ? എക്കോ പ്രശ്നമുണ്ടോ? ശരിയാക്കി സാറേ. ശരിയാക്കി. ഓക്കെ, റൈറ്റ്. അപ്പം നമുക്ക് തുടങ്ങാം അല്ലേ? മുമ്പോട്ട് പോകാലോ. റൈറ്റ്. അപ്പൊ നമ്മുടെ ഇന്നത്തെ ഒരു ഡിസ്കഷൻ ടോപ്പിക് എന്ന് പറയുന്നത് പശു വളർത്തൽ അതൊരു സംരംഭമായിട്ട് മാറുമ്പം നമുക്ക് എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നൊക്കെയുള്ള ഒരു നിലയിലുള്ള ഒരു കാര്യമാണ്. അതായത് സാധാരണ പശു വളർത്താറുണ്ട് നമ്മളെല്ലാവരും, പക്ഷെ അതിന് ഒരു സംരംഭം, അപ്പൊ ഒരു എന്റർപ്രണർഷിപ്പ് ആയിട്ടൊക്കെ ഒരു എന്റർപ്രണറിയൽ രീതിയിൽ നമ്മൾ അതിനെ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാം എന്നുള്ളൊരു നിലയിലുള്ള ഡിസ്കഷനാണ് നമ്മൾ ഈ പ്രാവശ്യം ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പൊ അത് ഒരു പ്രധാന വരുമാനമായിട്ട് നമ്മൾ ഈ ഇത് മാറുമ്പോൾ ഉള്ള ഒരു കാര്യത്തെ കുറിച്ചാണ്. അപ്പൊ നമുക്ക് ആദ്യമേ തന്നെ ഈ അഭിപ്രായങ്ങൾ എന്ന് പറയുന്നത് അത് രൂപപ്പെട്ടു വരുമ്പോഴത്തേക്ക് നമ്മുടെ എല്ലാവരുടെയും അഭിപ്രായങ്ങൾ എല്ലാം തന്നെ ശാസ്ത്രീയമായ ഫുൾ സ്ക്രീൻ ആക്കാൻ പറ്റുമോ സാറേ? ഫുൾ സ്ക്രീൻ ആക്കാമോ? ഫുൾ സ്ക്രീൻ. ഓക്കെ, റൈറ്റ്. ആയോ? ഓക്കെ, റൈറ്റ്. ഓക്കെ. അപ്പൊ നമ്മുടെ ഈ അഭിപ്രായങ്ങൾ എന്ന് പറയുന്നത് പലപ്പോഴും 6ഉം 9ഉം പോലെയാണ്. രണ്ട് വശത്തിൽ നിന്ന് നോക്കുമ്പോൾ ഉണ്ടാവുന്ന ഒരു വ്യത്യാസങ്ങൾ കാണാം. എന്റെ എക്സ്പീരിയൻസിൽ നിന്ന് ഞാൻ പറയുന്നത് വേറൊരു ചിലപ്പോൾ ഒരു ആള് എക്സ്പീരിയൻസിൽ കൂടെ പറയുന്നതും തമ്മിൽ ഒരു ചെറിയ വ്യത്യാസം ഉണ്ടാവും. പക്ഷെ ശാസ്ത്രം അതിനകത്ത് വ്യത്യാസം ഉണ്ടാവില്ല. അതേസമയം എക്സ്പീരിയൻസിൽ നിന്ന് പറയുന്ന ചില കാര്യങ്ങളിൽ ചിലപ്പം എന്റെ എക്സ്പീരിയൻസ് ആയിരിക്കണം എന്നില്ല വേറൊരാളുടെ. അതിപ്പോ ആദ്യമേ ഒന്ന് പറഞ്ഞു പോകുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഇനിയിപ്പോ പണ്ടത്തെ കാലത്ത് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്ന ഈ പാല് വിലയിൽ നിന്ന് തീറ്റ ചെലവ് കുറച്ചു കഴിഞ്ഞാൽ അതായിരുന്നു ലാഭം എന്നുള്ളൊരു നിലയിലാണ് നമ്മുടെ ഈ കർഷകരൊക്കെ ശരിക്കും പറഞ്ഞാല് പണ്ട് ഇത്തിരി പിണ്ണാക്ക്, ഇത്തിരി തവിട് എന്നൊക്കെ പറഞ്ഞ് നമുക്ക് ശങ്കരാടി പണ്ട് മോഹൻലാലിനെയും ശ്രീനിവാസനെയും ഏതൊരു സിനിമയില് പറ്റിക്കുന്നത് നമുക്ക് ഓർമ്മയുണ്ടല്ലോ. ആ ഒരു രീതിയിൽ ആയിരുന്നു ലാഭം എന്ന് പറയുന്നത്. ഇന്ന് ആ ഒരു ലാഭത്തിൽ നിന്ന്, അതായത് സാധാരണ കർഷകരെ നമുക്കൊരു അംബാസഡർ കാറിനോട് ഉപമിച്ചു കഴിഞ്ഞാൽ ഈ അംബാസഡർ കാർ എന്ന് പറയുന്നതിനെയും കാലികമായിട്ട് മാറണം അല്ലെ? അപ്പൊ ഇപ്പൊ ഒരു ഫാം രീതിയിലേക്കാണ് നമ്മൾ എല്ലാവരും പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ 1-2 പശുവിനെ വളർത്തുന്ന നമ്മുടെ ഈ പഴയ കർഷകരുടെ ഒക്കെ അതൊക്കെ മാറി. അതൊക്കെ ഈ അംബാസഡർ കാറ് കാലഹരണപ്പെട്ടതുപോലെ തന്നെ ഇതൊക്കെ മാറിപ്പോയി. ഇപ്പോ ഈ ഫാമിന്റെ ഒരു കാലഘട്ടമാണ്. അതായത് ഒരു 10 പശുക്കളെയെങ്കിലും ഒരുമിച്ച് വളർത്തി അതിൽ നിന്ന്, അപ്പോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു പശുവിനെ 2 പശുവിനെ വളർത്തുവാൻ ആവുന്ന ആ ഒരു മെനക്കേട്, നമ്മുടെ സമയം അത് തന്നെ മതിയാവും 10 പശുവിനെ വളർത്താനും. അപ്പൊ ഏകദേശം കാര്യങ്ങളൊക്കെ ഒന്ന് ക്രോഡീകരിക്കുകയും ചെറിയ രീതിയിൽ അതിനകത്തൊരു മെക്കനൈസേഷൻ കൊണ്ടുവരികയും ഒക്കെ ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞാൽ 10 പശുവിനെയോ 15 പശുവിനെയോ 20 പശുവിനെയോ വളർത്തുന്ന ഒരു മെയിൻ വരുമാന മാർഗമായിട്ട് ഇന്ന് പശു വളർത്തൽ മേഖല മാറിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഏറ്റവും വലിയൊരു വിഷയം എന്ന് പറയുന്നത് 1-2 പശു, അത് പണ്ട് ഒരു ഉപവരുമാന മാർഗം. നമുക്ക് കുറച്ച് ചാണകം കിട്ടും, നമ്മുടെ പറമ്പിലോട്ട് അടിക്കാം. അപ്പൊ നമ്മുടെ പ്രധാനപ്പെട്ട ഒരു തൊഴിൽ കൃഷിയും ആ കൃഷിയോടൊപ്പം തന്നെ നടത്തുന്ന ഒരു പരിപാടിയിൽ നിന്ന് മാറി ഇന്ന് പശു വളർത്തൽ തന്നെ വേണമെങ്കിലും, അത് അങ്ങനെ വേണമെന്നല്ല നിർബന്ധം പിടിക്കുന്നത്, പക്ഷെ ഒരു ആൾക്ക് ഒരു കുടുംബത്തിന് കഴിഞ്ഞുകൂടാവുന്ന ഒരു പ്രധാന വരുമാന മാർഗമായിട്ട് തന്നെയാണ് ഇന്ന് പശു വളർത്തലിനെ പലരും കാണുന്നത്. 10 പശുവിന്റെ ഫാമുകൾ നിരവധി ഇന്ന് കേരളത്തിലുണ്ട്. 15ന്റെ ഉണ്ട്, 20ന്റെ ഉണ്ട്. ഇപ്പൊ 50 പശുക്കളെ വരെയൊക്കെ വളർത്താനായിട്ടുള്ള ചില ഗവൺമെന്റ് നോംസിന് വരെ നമുക്കിപ്പോ 20 പശുവിനെ വരെ വളർത്താനായിട്ട് ഇപ്പം പഞ്ചായത്തിൽ നിന്നൊക്കെ വേണ്ടിയിരുന്ന ലൈസൻസ് ഒന്നും വേണ്ട എന്നുള്ളൊരു നിലയിലുള്ള ഗവൺമെന്റ് ഓർഡർ വരെ വന്നിട്ടുണ്ട്. ഇത്രയും കാലം 5 പശുവിന്റെ മേൽപോട്ട് വളർത്തണമെങ്കിൽ തന്നെ അത് ഒരു ലൈസൻസിന്റെ വിധേയമായിട്ടായിരുന്നു നമുക്ക് ചെയ്യാൻ പറ്റിയിരുന്നത്. ഇന്ന് അതിനെ പ്രൊമോട്ട് ചെയ്യാൻ, ഗവൺമെന്റ് തന്നെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് 20 പശുവിനെ വളർത്താനായിട്ട് പഞ്ചായത്തിന്റെ ലൈസൻസ് ഒന്നും തന്നെ വേണ്ട എന്നുള്ളൊരു നിലയിലേക്ക് നമ്മുടെ കാര്യങ്ങൾ ചെല്ലുന്നുണ്ട്. അപ്പം ഗവൺമെന്റ് പോലും വിചാരിക്കുന്നത് 20 പശുവെങ്കിലും ഒരാൾ വളർത്തിയാലേ അതിന് ഒരു പ്രധാനപ്പെട്ട നമ്മുടെ ഇന്നത്തെ ഒരു രീതിയിൽ, ഇപ്പം ഗൾഫിൽ നിന്ന് ഒരാൾ ജോലി കളഞ്ഞ് കൊറോണ കാരണം നാട്ടിലോട്ട് വരുന്നു എന്നുള്ളൊരു സാഹചര്യത്തിൽ അവന് ഇവിടെ അവൻ ജീവിച്ചിരുന്ന അതേ ഒരു ക്വാളിറ്റി ഓഫ് ലൈഫിൽ ജീവിക്കണം എന്നുണ്ടെങ്കിൽ മിനിമം ഒരു 10 15 പശുവോ 20 പശുവോ എങ്കിലും വേണം എന്നുള്ളൊരു നിലയിലേക്കാണ് അത് പോകുന്നത്. അപ്പൊ നമ്മുടെ ഒരു സംരംഭകൻ എന്നുള്ളൊരു നിലയിൽ അവന് ഈ പറഞ്ഞ പോലെ സാധാരണ ഒരു കർഷകൻ ചെയ്യുന്ന പോലെയല്ല, അവന് കുറച്ചും കൂടെ
കാര്യങ്ങൾ അവൻ അറിഞ്ഞ് അവൻ കുറച്ചും കൂടെ വിപണിയെ പഠിച്ച് വിപണി എങ്ങനെ പിടിക്കാൻ, മാർക്കറ്റിംഗ് എന്ന് പറയുന്ന ഒരു കാര്യം എങ്ങനെ ചെയ്യാം എന്നൊക്കെ ഉള്ളതിനെ കുറിച്ചൊക്കെ പഠിച്ചിട്ടാണ് അവൻ ഈ ഒരു ഉദ്യമത്തിന് ഇറങ്ങുന്നത്. അപ്പൊ ഒരു കുറച്ച് സ്കില്ല്, അവന് വിപണന തന്ത്രങ്ങൾ അറിയണം. ഇപ്പൊ ഞാൻ ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ, ഞാനൊരു ഈ കോട്ടയം ഭാഗത്ത് ഒരു ഫാമിൽ പോയതാ, കാഞ്ഞിരപ്പള്ളി ഭാഗത്താണ് ഒരു ഫാമിൽ പോയത്. അവിടുത്തെ ആ ഒരു ചേച്ചി, അവിടെ കാഞ്ഞിരപ്പള്ളിയിൽ ഏറ്റവും കൂടുതൽ എൻട്രൻസ് കോച്ചിങ് പ്രോഗ്രാം നടക്കുന്ന ഒരു ഏരിയയാണ്. അവിടുത്തെ ആ ഒരു ചേച്ചി അവരെ ചെയ്യുന്നെന്ന് പറയുന്നത്, അവരുടെ പശുക്കൾക്ക് ബ്രഹ്മി അരച്ചു കലക്കി കൊടുക്കുകയാണ്. അപ്പൊ ഈ ബ്രഹ്മി അരച്ചു കലക്കി കൊടുക്കുന്ന പശുക്കൾ തരുന്ന പാല് ബ്രഹ്മിപ്പാലാണ്. ആ പാല് കുടിച്ചു കഴിഞ്ഞാൽ കുട്ടികൾക്ക് ബുദ്ധി ഉത്തേജിക്കപ്പെടുകയും അവർക്കൊക്കെ എൻട്രൻസ് പഠിക്കാനായിട്ട് കൂടുതൽ ശക്തി കിട്ടുകയും ചെയ്യുമെന്നാണ് അവിടുത്തെ അമ്മമാരുടെ ഒരു വിശ്വാസം. അങ്ങനെ വിശ്വാസം അവരുടെ ഫാം നേടിയെടുത്തു കഴിഞ്ഞപ്പോൾ അവരുടെ ഫാമിന്റെ മുമ്പിൽ പാല് മേടിക്കാനായിട്ട് ബിവറേജസ് കോർപ്പറേഷനിൽ പുരുഷന്മാർ നിൽക്കുന്നതിനേക്കാളും വലിയ തിരക്കാണ് അനുഭവപ്പെടുന്നത്. അപ്പൊ ഇത് ഒരു വിപണിയാണ്. വിപണിയെ എങ്ങനെ പിടിക്കാം എന്നുള്ളതിന് നമ്മൾ എപ്പോഴും ചിന്തിക്കേണ്ടത് യുണീക്ക് സെല്ലിംഗ് പോയിന്റ്, USP എന്ന് പറയും. അപ്പൊ നമുക്ക് എങ്ങനെ നമ്മുടെ എന്റെ വിപണി എങ്ങനെ നിങ്ങളിൽ നിന്ന് വ്യത്യസ്തമാവുന്നു എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു ഊന്നൽ കൊടുത്തിട്ടാണ് എപ്പോഴും സംരംഭകൻ അവന്റെ കാര്യങ്ങൾ സംഘടിപ്പിക്കുന്നത്. അപ്പൊ ഒരു കർഷകൻ എന്ന് പറയുന്നവൻ പാൽ ഉൽപ്പാദിപ്പിച്ച് നേരെ പാൽ സൊസൈറ്റി കൊണ്ട് കൊടുത്ത് പാലോടെ ഒഴിച്ച് കിട്ടുന്ന കാശും മേടിച്ചുകൊണ്ട് വരുമ്പോൾ, സംരംഭകൻ എപ്പോഴും എങ്ങനെ എന്റെ വിപണി ഉണ്ടാക്കാം, എന്റെ കയ്യിൽ എങ്ങനെ ആളുകളെ ഞാൻ അങ്ങോട്ട് പോവാതെ അവരിങ്ങോട്ട് വന്ന് സാധനം മേടിച്ചുകൊണ്ട് പോവാം എന്നൊക്കെ ഉള്ള രീതിയിലേക്ക് അവന്റെ ആ ഒരു കാര്യങ്ങൾ, അവന്റെ ബുദ്ധി ആ ഒരു രീതിയിൽ പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കും. മൂല്യവർദ്ധനം വേറൊരു കാര്യമാണ്. ചെലവ് എങ്ങനെ ചുരുക്കാൻ പറ്റും. ഇപ്പൊ കാലിത്തീറ്റയുടെ ഒക്കെ ചെലവ് ഭയങ്കര കൂടുതലാണ്. നമ്മളിപ്പം പറഞ്ഞ പോലെ ഗോദ്രേജോ അല്ലെങ്കിൽ അങ്ങനെയുള്ള വിപണിയിലുള്ള പല കമ്പനികളുണ്ടല്ലോ, KS, കേരള, ഇങ്ങനെയുള്ള കാലിത്തീറ്റകളിൽ നിന്നൊക്കെ ഒരു സംരംഭകൻ നോക്കുമ്പോൾ അവൻ സ്വന്തമായി സാധനങ്ങൾ, അതിന്റെ സാമഗ്രികൾ, ഇപ്പൊ ധാന്യങ്ങളാവട്ടെ, ചോളമാവട്ടെ, ഗോതമ്പാവട്ടെ, അത് വാങ്ങിക്കൊണ്ട് വരികയും അതിനോടൊപ്പം തന്നെ തവിട് വേറെ വാങ്ങിക്കൊണ്ട് വരികയും അതിനോടൊപ്പം ഈ പിണ്ണാക്കുകൾ വേറെ വാങ്ങിക്കൊണ്ട് വന്ന് സ്വന്തമായിട്ട് തന്നെ കാലിത്തീറ്റ ഉണ്ടാക്കി ആ ഒരു രീതിയിൽ കൊടുക്കുന്നവരാണ്. അപ്പം അങ്ങനെ ചെലവ് ചുരുക്കാനായിട്ട് ശ്രമിക്കുന്നവരായിരിക്കും സംരംഭകൻ. അപ്പൊ ഈ സംരംഭകനെ എങ്ങനെ, വേറെ ഒരു കാര്യം, കൂലി എങ്ങനെ കുറച്ചു കൊടുക്കാം. അതായത് 10 പേര് പണ്ട് ഒരു രീതിയിൽ ആവശ്യപ്പെടുമ്പോൾ കുറെ കാര്യങ്ങൾ സ്വന്തമായിട്ട് തന്നെ, ഇപ്പൊ കറവ യന്ത്രങ്ങൾ വന്നു. ഇപ്പം പശുവിനെ കറക്കാനായിട്ട് കറവ യന്ത്രം ഏർപ്പെടുത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ കറവക്കാരന് കൊടുക്കാനുള്ള ആ ഒരു വരുമാനം നമുക്ക് ചുരുക്കാൻ സാധിക്കും. അങ്ങനെ എങ്ങനെയൊക്കെ തന്നെ ഇപ്പം പലിശ ലാഭം എവിടെ കിട്ടുന്നു, ഏത് പദ്ധതിയിൽ കൂടെ നമ്മൾ ലോൺ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കൂടുതൽ പലിശ ഇളവ് കിട്ടും. ഇപ്പൊ ഇതിനു വേണ്ടിയിട്ട് നബാർഡിന്റെ ഡയറി എന്റർപ്രണർഷിപ്പ് ഡെവലപ്മെന്റ് സ്കീം, ക്ഷീര സംരംഭക വ്യാപന പദ്ധതികളൊക്കെ ഉണ്ട്. അപ്പൊ ആ ഒരു ഇതിൽ എത്ര ശതമാനം എനിക്ക് സബ്സിഡി ലഭിക്കാം, മുദ്രാ ലോൺ എടുക്കുകയാണെങ്കിൽ എനിക്ക് എത്ര ശതമാനം സബ്സിഡി ലഭിക്കാം. ഇതിനെക്കുറിച്ചൊക്കെ കൂടുതൽ ബോധവാന്മാരാവുകയും കൂടുതൽ സ്ഥലങ്ങളിൽ പോയി എവിടെ നിന്നൊക്കെ നമുക്ക് ലാഭകരമായിട്ട് മൂലധനം കിട്ടും എന്നുള്ളതിനെ കുറിച്ച് ഒരു ആരായുന്ന ഒരു ചിന്തയൊക്കെ ഉള്ളതാണ് ഒരു സംരംഭകൻ എന്ന് പറയുന്നത്. ഒരു അവസരം കിട്ടിക്കഴിഞ്ഞാൽ അത് മുതലാക്കാനായിട്ട് അറിയാവുന്നവനായിരിക്കണം ആ സംരംഭകൻ. അപ്പൊ അവസരം തേടണം, അവസരം മുതലാക്കണം. ഇത് രണ്ടും കൃത്യമായിട്ട് ഒരു സംരംഭകനെ സംബന്ധിച്ചിടത്തോളം വളരെ ആവശ്യമുള്ള ഒരു കാര്യമാണ്. അതുപോലെ തന്നെ പുതുമ, എങ്ങനെ എന്റെ ഒരു പ്രൊഡക്റ്റ്, ഞാൻ ഉൽപ്പാദിപ്പിക്കുന്ന എന്റെ ഒരു ഉൽപ്പന്നം അത് മറ്റ് വിപണിയിലുള്ള ഉൽപ്പന്നങ്ങളിൽ നിന്ന് എങ്ങനെ വ്യത്യസ്തമാവുന്നു, എങ്ങനെയാണ് ഞാൻ അതിനെ വ്യത്യസ്തമായി ആളുകളിലേക്ക് എത്തിക്കുന്നത് എന്നൊക്കെയുള്ള ഒരു ചിന്തയൊക്കെ എപ്പോഴും സംരംഭകനെ അവനെ മുന്നോട്ട് നയിക്കുന്നു. അപ്പൊ ഈ പുതുമ അത് പല രീതിയിലാവാം. ഇപ്പൊ ഫാമിന്റെ കൂടെ ടൂറിസം നടത്തുന്നവരുണ്ട്. അപ്പൊ ഫാം ടൂറിസം എന്നൊരു സങ്കല്പം. അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേക്ക് വിദേശികൾ വരുന്നു. അപ്പൊ അവർക്ക് പശുവിനെ തീറ്റ കൊടുക്കാനായിട്ടുള്ള അവസരങ്ങൾ കൊടുക്കുന്നു, അവർക്ക് പശുവിനെ കറക്കാനുള്ള അവസരങ്ങൾ കൊടുക്കുന്നു. അപ്പൊ അവർക്കും അതൊരു ഫാം ടൂറിസം എന്നുള്ളൊരു നിലയിലേക്ക് ആളുകൾ ചിന്തിക്കുന്നു. ഇങ്ങനെ പല രീതിയിലുള്ള പുതുമകൾ. ഇപ്പം നാടൻ പശുക്കളുടെ പാലിനൊരു പ്രത്യേക ഒരു ഡിമാൻഡ് ഉണ്ട്. നാടൻ പശുക്കളുടെ, പ്രത്യേകിച്ചും ഈ പറഞ്ഞ പോലെ വെച്ചൂർ പശുവിന്റെയൊക്കെ പാലിന് നിരവധിയായ കഥകൾ നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ട്. ഈ പറഞ്ഞ പോലെ ഈ സ്ത്രീകൾക്ക് കൂടുതലായിട്ടുണ്ടാകുന്ന ചില അർബുദങ്ങൾ പോലും ഈ പാല് ദിവസേന കുടിച്ചു കഴിഞ്ഞാൽ വരത്തില്ല എന്ന് വരെ യാതൊരു ശാസ്ത്രീയ അടിത്തറയും ഇല്ലാത്ത രീതിയിൽ, പക്ഷെ എന്നാലും വിപണിയിൽ വളരെയധികം അതിന് ഉത്തേജനം ലഭിക്കുന്ന രീതിയിലൊക്കെയുള്ള ചില ഈ നമ്മുടെ സാധാരണ ഭാഷയിൽ പറയുകയാണെങ്കിൽ തള്ളുക എന്ന് പറയുന്ന ആ ഒരു കാര്യം നടക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ ഈ പാലിനൊക്കെ 300 രൂപയൊക്കെയാണ് നാടൻ പശുവിന്റെ പാലിന് ഏറ്റവും മിൽക്കെന്നുള്ള രീതിയിൽ 300 രൂപ 350 രൂപ ഒരു ലിറ്ററിന് വരെ കൊടുത്ത് വാങ്ങാനായിട്ട് ആളുകൾ തയ്യാറാവുന്നു. കാരണം എന്തും ആരോഗ്യത്തെ ബന്ധപ്പെടുത്തി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മലയാളികൾക്ക് കുറച്ച് ഊരുപേടി കൂടുതലായതുകൊണ്ട് നമ്മളത് വാങ്ങാനായിട്ട് തയ്യാറാവുന്നു എന്നുള്ള നിലയിലേക്കാണ്.
അപ്പം അത് ഒരു കാര്യം. ഇപ്പൊ നമ്മുടെ ഇപ്പൊ ഇത് നിങ്ങൾക്ക് ഈ കെട്ടിടം നിങ്ങൾ ഒരുപക്ഷെ കണ്ടിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുന്നു. ഇത് പറഞ്ഞ പോലെ നമ്മുടെ ഈ ഇന്ത്യയിൽ നിന്ന് നമ്മള് ബഹിരാകാശത്തേക്ക് വിപണനം ചെയ്യുന്ന പല എന്താ പറയാ ഈ സാറ്റലൈറ്റ്സ് ഒക്കെ ഇത് ചെയ്യുന്ന ഒരു കേന്ദ്രമാണ്. അതുപോലെയാണ് അപ്പൊ സാങ്കേതിക വിദ്യ ഇപ്പൊ നമുക്ക് കറവയന്ത്രം ഇപ്പം ഒക്കെ ഉണ്ടെങ്കിൽ തന്നെ ഒരു 20 പശു 25 പശുവിനെയൊക്കെ തന്നെ ഒരാൾക്ക് തന്നെ വളർത്താവുന്ന രീതിയിലേക്കൊക്കെ കാര്യങ്ങൾ മുന്നോട്ട് ഞങ്ങളുടെ മേഖലയിൽ പൊക്കോണ്ടിരിക്കുന്നു എന്നുള്ളൊരു നിലയിലാണ് പറയുന്നത്. ഇപ്പൊ നമ്മുടെ ആദ്യത്തെ ഒരു കാര്യം നമ്മുടെ 8 M's ആണ്. 8 M's സാഹിബിന്റെ ഭാഷയിൽ പറയുകയാണെങ്കിൽ നമ്മളൊരു സംരംഭം തുടങ്ങണമെങ്കിൽ അതിന് 8 M's വേണമെന്നാ പറയാം. ആദ്യത്തെ മാൻ, അതായത് ഒരു വ്യക്തി തയ്യാറാവണം എന്നുള്ള നിലയിലാണ്. രണ്ടാമത്തത് മൂലധനം, മണി വേണം. മൂന്നാമത്തത് മെറ്റീരിയൽസ്, റോ മെറ്റീരിയൽസ് ആയിട്ട് ഇപ്പൊ പശുവിനെ വളർത്തുകയാണെങ്കിൽ പുല്ല് വേണം, കാലിത്തീറ്റ ലഭ്യമാവണം. അതുപോലെ തന്നെ മറ്റേ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ അവിടെ ലഭ്യമാണ്. മൊമെന്റ് ശരിയാവണം എന്നാണ്, സമയം ശരിയാവണം എന്ന് പറയും. അപ്പൊ മൊമെന്റ് എന്ന് പറയുമ്പോൾ നമ്മള് ഒരു സംഭാരം ഉൽപ്പാദിപ്പിക്കുന്ന ഒരു സംരംഭം തുടങ്ങുകയും അത് മഴക്കാലത്ത് തുടങ്ങുകയും ചെയ്തു കഴിഞ്ഞാൽ അത് അമ്പയെ പരാജയപ്പെട്ടു പോകും. അപ്പൊ ആ ഒരു സമയം നമ്മുടെ കൃത്യമായിരിക്കണം എന്നുള്ളൊരു നിലയിലാണ്. മാനേജ്മെന്റ്, നമ്മുടെ പരിപാലനം നമുക്ക് കൃത്യമായിരിക്കണം. മാനേജ്മെന്റ് കാര്യം പറയുവാണെങ്കിൽ പശുവിന് മതി കാണിക്കുന്നു, അതിന്റെ യോനിയിൽ നിന്ന് ചില ഡിസ്ചാർജ് വരുന്നു. അങ്ങനെ ഡിസ്ചാർജ് വന്നു കഴിഞ്ഞാൽ 12 മണിക്കൂറിനുള്ളിൽ തന്നെ അതിനെ ചെനയ്ക്ക് കുത്തിവെക്കണം. ഇല്ല എന്നുണ്ടെങ്കിൽ പിന്നെയും 21 ദിവസം കാത്തിരിക്കേണ്ടി വരും അതിനെ പിന്നെയും ചെനയ്ക്ക് കുത്തിവെക്കാനായിട്ട്. അപ്പൊ 21 ദിവസം കൂടുമ്പോഴാണ് അതിന്റെ മതിചക്രം നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഒരു മതിചക്രം നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞാൽ നമുക്ക് 21 ദിവസത്തെ അഡീഷണൽ തീറ്റ നമുക്ക് നഷ്ടപ്പെട്ടു പോവുകയാണ്. അപ്പം നമ്മൾ കൃത്യമായും രാവിലെയും വൈകുന്നേരവും അതിന്റെ പശുവിന്റെ ആണെങ്കിൽ അതിന്റെ മുൻഭാഗവും അതിന്റെ പൃഷ്ഠഭാഗവും ഒക്കെ തന്നെ ഒരു 4 മണിക്കൂർ 5 മണിക്കൂർ ഇടവേളകളിൽ നമ്മൾ കാണത്തക്ക രീതിയിൽ വേണം നമ്മുടെ കാര്യങ്ങൾ നമ്മൾ പ്ലാൻ ചെയ്യാനായിട്ട്. അപ്പൊ ഒരു 3-4 മണിക്കൂറിലെങ്കിലും ഒരു വട്ടം നമ്മൾ നമ്മുടെ പശുവിനെ കണ്ടിരിക്കണം. അതിന്റെ മുൻഭാഗത്ത് അത് നോക്കിക്കഴിഞ്ഞാൽ അതിന്റെ നാസിക, അതിന്റെ മൂക്കിന്റെ ഭാഗത്ത് ഉണങ്ങിയിരിക്കുകയാണെങ്കിൽ അതിനൊരു അസുഖത്തിന്റെ ലക്ഷണമായിരിക്കാം. അത് പഴയ പോലെ തീറ്റ കഴിക്കുന്നില്ല, തീറ്റ മിച്ചം വരുന്നുണ്ടെങ്കിൽ അത് അസുഖത്തിന്റെ ലക്ഷണമായിരിക്കും. കണ്ണിൽ നിന്ന് പീള കെട്ടിയിറങ്ങുന്നുണ്ടെങ്കിൽ അത് അസുഖത്തിന്റെ ലക്ഷണമായിരിക്കും. അപ്പൊ മുൻഭാഗം കാണുന്നതുകൊണ്ട് വിശപ്പുണ്ടോ എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പിൻഭാഗം പോയി കണ്ടു കഴിഞ്ഞാൽ വയറിളക്കം ഉണ്ടെങ്കിൽ അത് മനസ്സിലാക്കാൻ സാധിക്കും. അതിന് ഈ പറഞ്ഞ പോലെ മതിലക്ഷണം ഉണ്ടെങ്കിൽ അത് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പൊ അങ്ങനെ നമുക്ക് പല കാര്യങ്ങളും നമുക്ക് കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ തന്നെ പോകണം എന്നുള്ളൊരു നിലയിലാണ് അതിനകത്ത് കാര്യം. ഇപ്പൊ മാനേജ്മെന്റ് വളരെയധികം കൃത്യമായിരിക്കണം. മെക്കനൈസേഷൻ എന്നുള്ളൊരു കാര്യം വളരെയധികം ആവശ്യമായിട്ട് വരുന്ന ഒരു കാര്യമാണ്. മെക്കനൈസേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ എങ്ങനെയൊക്കെ ചെറിയ ഒരു കാര്യങ്ങൾ നമുക്ക് തൊഴിലാളികളുടെ എണ്ണം കുറയ്ക്കാനായിട്ട്, നമ്മുടെ ഏറ്റവും കൂടുതൽ നമ്മുടെ ചെലവ് വരുന്നത് നമ്മുടെ തൊഴിലിനുള്ള ചാർജാണ്. അത് കുറയ്ക്കാനായിട്ട് നമുക്ക് എങ്ങനെ സാധിക്കും എന്നുള്ളതിനെ കുറിച്ച് നമ്മൾ ചിന്തിച്ചിരിക്കണം. മെക്കനൈസേഷൻ എന്നുള്ളൊരു നിലയിൽ ഇപ്പം കറവയന്ത്രം നമ്മുടെ ഒരു വലിയ മെക്കനൈസേഷൻ ആണ്. ഓട്ടോമാറ്റിക് വാട്ടർ കിട്ടും. ഇപ്പം നമുക്ക് പശുവിന് വെള്ളം കുടിക്കാനായിട്ട് പശു വെള്ളം കുടിക്കുന്ന അനുസരിച്ച് തന്നെ വെള്ളം നിറയുന്ന രീതിയിൽ ഈ യൂറോപ്യൻ ക്ലോസറ്റിലൊക്കെ ഫിറ്റ് ചെയ്തിരിക്കുന്ന ഫ്ലോട്ട് പോലത്തെ ഒരു ചെറിയൊരു കാര്യവും ഒരു പുറമേ ഒരു ടാങ്കും ഉണ്ടെങ്കിൽ ആ ടാങ്കിന്റെ വെള്ളത്തിന്റെ ലെവൽ അനുസരിച്ച് പശു കുടിക്കുന്ന അനുസരിച്ച് തന്നെ വെള്ളം നിറയുന്ന ഓട്ടോമാറ്റിക് വാട്ടർ കിട്ടും. അപ്പൊ വീട്ടമ്മമാർക്കൊക്കെ പ്രത്യേകിച്ചും നമുക്ക് ഈ പറഞ്ഞ നമുക്കറിയാം, അവര് രാവിലെ കൊണ്ട് ഒരു ചെരുവം വെള്ളം പശുവിന് കൊടുക്കുമായിരുന്നു. അപ്പൊ ഒരു 10 ലിറ്റർ. ഉച്ചയ്ക്ക് പിന്നെയും ഒരു ചെരുവം വെള്ളം കൊണ്ട് കൊടുക്കുന്നു, അതും 10 ലിറ്റർ. അപ്പൊ 20 ലിറ്റർ. പിന്നെ സീരിയൽ കാണാൻ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ വെള്ളം കൊടുത്തില്ല എന്ന് വരാം. എന്നിരുന്നാലും ചിലപ്പോ ഒന്ന് സപ്പോസ് ഒരെണ്ണം കൂടെ കൊടുക്കുവാണെങ്കിൽ തന്നെ ഒരു ചെരുവം കൊടുത്താൽ തന്നെ 30 ലിറ്റർ. എന്നാൽ നമുക്ക് ഇന്നത്തെ പശുക്കൾക്ക്, ഇന്നത്തെ ഒരു നല്ലൊരു വെള്ളയും കറപ്പുള്ള ഒരു പശുവിന് അതിനൊരു 15 ലിറ്റർ മുതൽ 20 ലിറ്റർ കറവയുണ്ടെങ്കിൽ മിനിമം അതിന് 50 ലിറ്റർ വെള്ളമെങ്കിലും ദിവസവും കുടിക്കാൻ ലഭ്യമാക്കണം എന്നുള്ളൊരു നിലയിലാണ് നമ്മുടെ ചർച്ചകൾ പോകുന്നത്. അപ്പൊ 50 ലിറ്റർ വെള്ളം കുടിക്കുന്ന ഒരു പശുവിന് 20 ലിറ്ററേ നിങ്ങൾ വെള്ളം കുടിപ്പിക്കുന്നുള്ളൂ എങ്കിൽ അതിന്റെ പാലുൽപാദനം ഒരുപക്ഷെ വളരെയധികം കുറഞ്ഞു പോകാനുള്ള ഒരു സാധ്യതയുണ്ട്. അപ്പം വെള്ളം കുടിപ്പിക്കാൻ പോലും നമ്മൾ ഇനിയിപ്പോ ഒന്നും അറിയണ്ട, പശുവിന് അതിന്റെ സൗകര്യത്തിന് കുടിക്കാം, തന്നെ അത് വെള്ളം നിറഞ്ഞോളും. അപ്പൊ അങ്ങനെയുള്ള ഒരു കാര്യം ഒരു 6000-ഓ 7000 രൂപ കൊണ്ട് തന്നെ നമുക്ക് ചെറിയൊരു പ്ലംബിങ്ങിന്റെ പരിപാടി ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെയൊക്കെ തന്നെ ഇതില് നമ്മുടെ പുൽത്തൊട്ടികളിൽ തന്നെ നമുക്ക് ഈ ഓട്ടോമാറ്റിക് വാട്ടർ നമുക്ക് ഘടിപ്പിക്കാവുന്നേ ഉള്ളൂ. അപ്പൊ ആ ഒരു കാര്യം നമുക്ക് ശ്രദ്ധിക്കാം. മെക്കനൈസേഷൻ വളരെയധികം ആവശ്യമാണ്. ഒരു ലക്ഷ്യം, മോട്ടോ വേണമെന്നാണ്. നമ്മൾ ഈ പറഞ്ഞ പോലെ ഞാൻ 2 വർഷം ഒന്ന് പരീക്ഷിച്ച് നോക്കട്ടെ, അത് കഴിഞ്ഞിട്ട് നമുക്ക് നന്നാവുകയാണെങ്കിൽ അത് നന്നാക്കാം എന്നുള്ളൊരു ലക്ഷ്യത്തോടെ കൂടെ തുടങ്ങുകയാണെങ്കിൽ ചിലപ്പോൾ 2 വർഷം കഴിയുമ്പോൾ കൂട്ടി പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. നമ്മുടെ ലക്ഷ്യമാണ് നമ്മളെ മുന്നിലേക്ക് ചാലകശക്തിയായിട്ട് പ്രവർത്തിക്കുന്നത്. അപ്പൊ നമ്മുടെ മോട്ടോ നമ്മളെ വളരെയധികം നമ്മൾ സെൽഫ് മോട്ടിവേറ്റഡ് ആയിരിക്കണം. ഒരു 2-3 വർഷമോ അല്ല, ഞാൻ ഇതിൽ രക്ഷപ്പെട്ടേ അടങ്ങുള്ളൂ എന്നുള്ളൊരു വാശിയോടെ വേണം നമ്മൾ ഈ ഒരു മേഖലയിലേക്ക് ഇറങ്ങാനായിട്ട്. വിപണി, മാർക്കറ്റ് നമ്മുടെ കയ്യിലാണ് ഇരിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞു, ഈ ബ്രഹ്മി പാല് പോലെ
നിരവധിയായ ഓപ്പർച്യൂണിറ്റീസ്, A2 പാലിന്റെ മികവ്, നാടൻ പശുവിന്റെ പാല് പോലെ നിരവധിയായ രീതിയിൽ നമുക്ക് മാർക്കറ്റിലേക്ക് ഇടപെടാൻ പറ്റും. നമ്മുടെ പാല്, നമുക്ക് പാക്കറ്റിൽ വരുന്ന പാല്, ആ പാല് നമുക്ക് എത്രത്തോളം അത് എന്താ പറയാ നല്ല രീതിയിലുള്ള പാലാണെന്ന് പോലും നമ്മൾ പത്രങ്ങളിലൊക്കെ വായിക്കാറുണ്ടല്ലോ. നമ്മൾ പലപ്പോഴും പല വാർത്തകളും നമ്മൾ വായിക്കുന്നുണ്ട്. പല ആർട്ടിഫിഷ്യൽ പാലുകളും നമ്മുടെ നാട്ടിലേക്ക് വരുന്നുണ്ട്. ആർട്ടിഫിഷ്യൽ പാൽ എന്ന് പറയുമ്പോൾ പാലല്ല എന്നല്ല ഞാൻ പറയുന്നത്, പാൽപ്പൊടിയും ചൂടുവെള്ളവും കൂടെ കലക്കിയിട്ടാണ് പലപ്പോഴും പല കാര്യങ്ങളിലും ഒക്കെ ഉണ്ടാവുന്നതായിട്ടൊക്കെ നമുക്ക് അറിയാം. അപ്പൊ അങ്ങനെ വരുമ്പോൾ നല്ല പാല് കൊടുക്കുക എന്നുള്ളൊരു കാര്യം തന്നെ അത് തന്നെ ഒരു വിപണിയാണ്. ഇനി പാലിൽ നിന്ന് പാലുൽപ്പന്നങ്ങള്, സ്വീറ്റ്സ്, കോഹ, പേട, അങ്ങനെ നിരവധിയായ സാധനങ്ങൾ നമുക്ക് ഉൽപ്പാദിപ്പിക്കാനും പറ്റും. ഇപ്പം നെയ്യ്, ഇതൊക്കെ തന്നെ നല്ല മാർക്കറ്റുള്ള ഒരു സംഭവമാണ്. ക്രീം സെപ്പറേറ്റർ, ചെറിയൊരു ക്രീം സെപ്പറേറ്റർ ഉണ്ടെങ്കിൽ നമുക്ക് പാലിൽ നിന്ന് നെയ്യ് എടുത്ത് നെയ്യ് നമുക്ക് ഉരുക്കി ആ ഒരു രീതിയിലൊക്കെ തന്നെ നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുന്ന ഒരു രീതിയിലുള്ള ഒരു മാർക്കറ്റ് നമുക്ക് ലഭ്യമാണ്. പാലിന് കുറച്ച് വില കൂടുതൽ കിട്ടുന്ന ചില ഈ ഹോസ്പിറ്റലുകളിലെ ക്യാൻറ്റീനൊക്കെ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ എവിടെയെങ്കിലും നമുക്ക് കൂടുതലായിട്ട് ചില ഹോട്ടലുകൾ നമുക്ക് കുറച്ച് വില സ്ഥിരമായിട്ട് കൂട്ടി നമ്മുടെ നിന്ന് എടുക്കുമെന്നുണ്ടെങ്കിൽ, നമ്മുടെ വീട്ടിൽ വന്ന് വാങ്ങാനായിട്ട് ആളുകൾ ഉണ്ടെങ്കിൽ, അങ്ങനെയൊക്കെ തന്നെ നമുക്ക് മാർക്കറ്റ് നമ്മുടെ കയ്യിലാണ് മാർക്കറ്റ് ഇരിക്കുന്നത്. എങ്ങനെ നിങ്ങൾ വിപണിയിലേക്ക് ഇടപെടുന്നു എന്നുള്ളൊരു നിലയിൽ അതിനെക്കുറിച്ച് ഒരു സജീവമായിട്ടൊരു ചിന്ത നമ്മൾ വെച്ച് പുലർത്തണം എന്നുള്ളൊരു നിലയിലാണ്. പശുപരിപാലനത്തിലേക്ക് വേണ്ടുന്ന കുറച്ച് കാര്യങ്ങൾ, ഒന്ന് ഇതുപോലെയുള്ള ചില ക്ലാസ്സുകളിൽ നിന്ന് കിട്ടുന്ന സാങ്കേതിക അറിവ്, രണ്ടാമതായിട്ട് ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ട് വേണ്ടുന്ന ഒരു സാധനം പ്രായോഗിക പരിശീലനമാണ്. അപ്പൊ ഒരു എക്സ്പീരിയൻസ് എന്ന് പറയുന്നത്, നിങ്ങൾ വീട്ടിൽ പശുവിനെ വളർത്തിയിട്ടുണ്ടെങ്കിൽ ആ ഒരു എക്സ്പീരിയൻസ് ആണ് നിങ്ങളുടെ ഏറ്റവും വലിയൊരു അടിത്തറയാവാൻ പോകുന്നത്. അതുപോലെ തന്നെ ഒബ്സർവേഷൻ, കൃത്യതയോടുള്ള ഒരു നോട്ടം. ഈ ഒബ്സർവേഷൻ എന്ന് പറയുന്നത്, പശുവിനെ നമ്മള് എല്ലാ ദിവസവും കാണുമ്പോൾ പശുവിൽ ചെറിയ ഒരു വ്യത്യാസം വരുമ്പോൾ പോലും നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പൊ അതിന് പശുവിനെ നോക്കിക്കൊണ്ടേ ഇരിക്കണം എന്നുള്ളത് വളരെ അത്യാവശ്യമാണ്. നമ്മള് പശുവിനേക്ക് നമ്മുടെ നോട്ടം കുറയുവാണെങ്കിൽ ആ ഫാമിൽ അത് പ്രതിഫലിക്കും. അപ്പം ഒബ്സർവേഷൻ നമ്മുടെ കറക്റ്റ് ആയിരിക്കണം. അതുപോലെ റെക്കോർഡുകൾ, ഫാം റെക്കോർഡുകൾ വളരെയധികം, നമ്മുടെ ഈ അവലോകന രേഖകൾ നമുക്ക് വളരെയധികം ആവശ്യമായിട്ടുള്ള കാര്യമാണ്. പലപ്പോഴും പശുവിനെ നമ്മൾ കുത്തിവെക്കുന്നു, 21 ദിവസം കൂടുമ്പോഴാണ് മതിചക്രം വരുന്നത്. അപ്പൊ നമ്മൾ കുത്തിവെക്കുന്ന ഡേറ്റ് വീട്ടമ്മ പോയിട്ട് കലണ്ടറിൽ എഴുതും. കലണ്ടർ എഴുതി കഴിഞ്ഞിട്ട് 2-3 മാസം കഴിഞ്ഞിട്ട് ശന നോക്കാനായിട്ട് ഡോക്ടർ വരുന്ന സമയത്ത് ഡോക്ടർ യാദൃച്ഛികമായിട്ട് വീട്ടമ്മയോട് ചോദിക്കും, എന്നാണ് കുത്തിവെച്ചത്. വളരെ ധൈര്യത്തോടെ വീട്ടമ്മ അകത്തോട്ട് പോകും. എന്തിനാ? കലണ്ടർ നോക്കി പറയാം. പക്ഷെ മോൻ രാവിലെ തന്നെ, അന്നത്തെ ദിവസം രാവിലെ ബുക്ക് പൊതിയാൻ വേണ്ടിയിട്ട് ആ പേപ്പർ ആ കലണ്ടറിന്റെ പേജ് കീറിക്കൊണ്ട് പോയത് പുള്ളിക്കാരി അറിഞ്ഞിട്ടില്ല. അവിടെ അകത്ത് ചെന്ന് നോക്കിയിട്ട് കണ്ടില്ല എന്നുള്ളൊരു നിലയിൽ പിന്നെ ഇളഭ്യമായിട്ട് ഒരു ചിരിയൊക്കെ ആയിട്ട് തിരിച്ചൊരു വരവുണ്ട്. അത് സ്ഥിരമായിട്ട് നമുക്ക് കാണുന്നത്. അപ്പൊ നമുക്ക് ഈ ഫാം റെക്കോർഡുകൾ വളരെ ആവശ്യമാണ്. അതൊരു ബുക്കായിട്ട് തന്നെ നമുക്ക് എഴുതി വെക്കാനായിട്ട് സാധിക്കുകയാണെങ്കിൽ തന്നെ നമുക്ക് വളരെയധികം കാര്യങ്ങൾ, നമ്മൾ ലാഭമാണെന്ന് വെക്കുന്ന പല കാര്യങ്ങളും നഷ്ടവും, നഷ്ടമാണെന്ന് വെക്കുന്ന പല കാര്യങ്ങളും ലാഭമാണെന്ന് മനസ്സിലാക്കണമെങ്കിൽ നമുക്ക് കൃത്യമായിട്ട് റെക്കോർഡുകൾ വേണം എന്നുള്ള നിലയിലാണ്. പിന്നെ അതുപോലെ തന്നെ ബഡ്ജറ്റിംഗ്, നമുക്ക് 1 മാസത്തേക്കുള്ളതും 6 മാസത്തേക്കുള്ളതും 1 വർഷത്തേക്കൊക്കെ ഉള്ളതായ ചെലവുകൾ നമുക്ക് മുൻകൂട്ടി നമുക്ക് അതൊക്കെ ഒന്ന് എഴുതി വെക്കാനും, നമ്മുടെ എത്ര ചെലവ് എത്ര അധികരിച്ച് പോയാലും ഇതിൽ കൂടുതൽ പോവില്ല എന്നൊക്കെ ഒരു നിലയിലേക്ക് നമുക്ക് കാര്യങ്ങളൊക്കെ ഒന്ന് കൃത്യമായിട്ടൊന്ന് അവലോകനമൊക്കെ ചെയ്ത് കൃത്യമായിട്ട് നമുക്കത് വെക്കാൻ സാധിക്കുകയാണെങ്കിൽ, അതിന്റെ ബഡ്ജറ്റ് എന്ന് പറയുന്നത് നമ്മളെ മുൻകൂട്ടി നമ്മൾ ഇത് ചെയ്യുവാണ്. നമ്മൾ ആ ഒരു രീതിയിലേക്ക് നമുക്ക് ചെയ്യാൻ സാധിക്കുകയാണെങ്കിൽ അത് വളരെയധികം ഉപകാരപ്പെടും. വിപണനം നമുക്ക് വളരെയധികം അത്യാവശ്യമാണ്. ഇന്നോവേഷൻ, പുതുമ, ഒരു പുതിയ രീതിയിൽ എങ്ങനെ നമുക്ക് നമ്മുടെ വിപണിയിലേക്ക് ഇടപെടാൻ പറ്റും എന്നുള്ളൊരു നിലയിലുള്ള ഒരു കാര്യവും നമ്മൾ എപ്പോഴും ചിന്തിച്ചുകൊണ്ടേയിരിക്കണം. അപ്പൊ ഇതൊക്കെ തന്നെയാണ് നമുക്ക് ഒരു കർഷകനെ സംരംഭകനാക്കി മാറ്റുന്നത്. ഒരു സാധാരണ ക്ഷീര കർഷകനെ ഒരു ക്ഷീര സംരംഭകനാക്കി മാറ്റുവാനായിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് നിങ്ങളോട് പറയുന്നത്. ഈ ക്ഷീര സംരംഭകനാവാനായിട്ട് പോകുമ്പോൾ ആദ്യത്തെ പടി, പല ഏജൻസികളും നമുക്ക് പശുവിനെ വാങ്ങാനായിട്ട് പറയും. അപ്പൊ ഈ പശുവിനെ വാങ്ങാനായിട്ട് നമ്മൾ പലപ്പോഴും ഏതെങ്കിലും ഒരു ചന്തയിലാണ് പോകുന്നത്. ഇപ്പൊ സേലം ചന്തയുടെ ചിത്രമാണ് ഞാൻ കാണിച്ചിരുന്നത്. ഈ സേലം ചന്തയിലെ ചിത്രത്തില് നിരവധിയായ ആളുകളുണ്ട്. അവിടെ ബ്യൂട്ടി പാർലർ തന്നെ അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് കാണാം. പശുവിന്റെ കൊമ്പിലെ വരകൾ വെച്ചിട്ടാണ് പലപ്പോഴും നമ്മൾ പ്രായം നിശ്ചയിക്കുന്നത്. അപ്പൊ ആ പ്രായം നിശ്ചയിക്കുന്ന ആ വരകൾ അവര് ഈ സാൻഡ് പേപ്പറും ഒക്കെ വെച്ചിട്ട് ഉരച്ച് കളഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പം കൂടുതൽ ചെറുപ്പക്കാരിയാവും. നമുക്കറിയാമല്ലോ, ഇപ്പൊ പ്ലാസ്റ്റിക് സർജറി ഒക്കെ ഉള്ള കാലമാണ്. 70 വയസ്സുള്ള നമ്മുടെ ഹേമമാലിനിയെ പോലെയുള്ള നടിമാരൊക്കെ അവരെ കണ്ടു കഴിഞ്ഞാൽ 40 വയസ്സോ 35 വയസ്സൊക്കെ പറയുള്ളൂ. അപ്പൊ ആ ഒരു രീതിയിലേക്ക് നമ്മുടെ ഈ പറഞ്ഞ പോലെ പ്ലാസ്റ്റിക് സർജറി ഒക്കെ മുന്നോട്ട് പോകുന്ന പോലെ ഇപ്പം ഒട്ടും മോശമല്ല മൃഗസംരക്ഷണ മേഖലയും. ഇവിടെയും ഞങ്ങൾ പ്ലാസ്റ്റിക് സർജറി ഒക്കെ ചെയ്ത്
പ്രത്യേകിച്ചും ചില പരിപാടിയൊക്കെ ഇവർ ചെയ്യും. നല്ലെണ്ണ വെച്ചിട്ട് ഇവര് നന്നായിട്ടൊക്കെ തടവും. അങ്ങനെ ഈ പറഞ്ഞ പോലെ 10, 7, 8 വയസ്സൊക്കെയുള്ള പശുക്കളെ നമ്മൾ ഇളം കറവയൊക്കെ ആയിട്ട് ഒരു 1, 2, 3 വയസ്സും അല്ലെങ്കിൽ 5 വയസ്സെന്നൊക്കെ പറഞ്ഞിട്ടുള്ള കിടാരികളൊക്കെ ആയിട്ടൊക്കെ നമ്മൾ മാറ്റുന്ന രീതിയിലേക്ക് കാര്യങ്ങളൊക്കെ പോകുന്നുണ്ട്. അപ്പൊ ഇവിടെ ആകെ കൂടെ ഈ പല്ല് ഡോക്ടർമാരുടെ കുറവുള്ളത് കൊണ്ട് പശുവിന്റെ പല്ല് നോക്കി കൃത്യമായിട്ട് നമുക്ക് പ്രായം പറയാനായിട്ട് സാധിക്കും. അപ്പൊ നമുക്കൊരു ഒരു 2 വയസ്സും 3 വയസ്സും 5 വയസ്സും ഒക്കെ ഉള്ള സമയത്ത് എത്ര പല്ലുണ്ടാവും എന്നുള്ളൊരു നിലയിൽ നമുക്ക് 5 വയസ്സുള്ളപ്പോൾ 8 പല്ല് നമുക്ക് കീഴ്ത്താടി കാണാം. ഒരു ഏകദേശം ഒരു 3 വയസ്സുള്ള സമയത്ത് നമുക്കൊരു 4 പല്ല് വരെ പരമാവധി നമുക്ക് 3 വയസ്സുള്ള സമയത്ത് കീഴ്ത്താടിയിൽ 4 പല്ലേ കാണുള്ളൂ. അപ്പം പല്ല് എണ്ണി കഴിഞ്ഞാൽ 3 വയസ്സുള്ള ഒരു പശുവിന്റെ കീഴ്ത്താടിയിൽ നമ്മൾ എണ്ണി നോക്കി കഴിഞ്ഞാൽ 4 പല്ല് കാണും. 4 പല്ലുള്ള ഒരു പശുവാണ് 3 വയസ്സുള്ള ഒരു പശു. 5 വയസ്സുള്ള ഒരു പശു എന്ന് പറയുമ്പോൾ അതിനകത്ത് 8 പല്ല് വരെ കാണാം. നമ്മൾ എണ്ണിക്കഴിഞ്ഞാൽ 8 പല്ല് വരെ കാണാം. പിന്നെ അത് ആ ഒരു രീതിയിൽ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ തന്നെ നമുക്ക് കുറെയൊക്കെ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ചെറിയ അതിന് തന്നെ ഒരു ശാസ്ത്രമാണ്. അത് നമുക്ക് വേണമെങ്കിൽ അത് വിശദീകരിച്ചൊക്കെ പറയേണ്ട ഒരു കാര്യമാണ്. ഞാൻ ചെറിയ രീതിയിൽ പറഞ്ഞു പോയിട്ടുണ്ട്. അതായത് പശുവിന്റെ തലയുടെ ഇതിന് കീഴ്ത്താടിയിൽ മാത്രമേ പല്ലുള്ളൂ. അപ്പൊ ആ കീഴ്ത്താടിയിലെ പല്ലുകൾ എണ്ണിയിട്ടാണ് നമ്മളിത് പറയുന്നത്. ഒരു കിടാവ് ജനിക്കുമ്പോ നമുക്ക് ആകെ പാൽപ്പല്ലാണ്. ഈ പാൽപ്പല്ല് മുഴുവൻ പൊഴിഞ്ഞു പോകും. അപ്പൊ പാൽപ്പല്ല് മുൻനിരയില് കിടാവ് ജനിക്കുന്ന സമയത്ത് 1 ജോഡി പാൽപ്പല്ല് ഉണ്ടാവുള്ളൂ. ഒരു 1.25 വയസ്സാവുമ്പോൾ 4 ജോഡി പാൽപ്പല്ല് വരുന്നേ ഉള്ളൂ. ഏകദേശം ഒരു 2 വയസ്സാകുമ്പോഴാണ് നമ്മുടെ ഈ പാൽപ്പല്ല് കൊഴിഞ്ഞ് ഏകദേശം 3 വയസ്സാകുമ്പോഴത്തേക്കാണ് നമുക്ക് ഈ 2 പല്ല് എന്നുള്ളൊരു അവസ്ഥ നമുക്ക്, അതായത് 2 സ്ഥിരം പല്ല് വരുന്നത് 3 വയസ്സിലും 5 വയസ്സിൽ 4 ജോഡി സ്ഥിരം പല്ല്, അതായത് 8 പല്ല് വരുന്ന സമയം 5 വയസ്സിൽ. ഞാൻ നേരത്തെ പറഞ്ഞു 3 വയസ്സിൽ നമുക്ക് 2 ജോഡി 4 പല്ല് കാണും. 5 വയസ്സിൽ നമുക്ക് 4 ജോഡി, അതായത് 8 പല്ല് കാണും. ഈ ഒരു രീതിയിലേക്ക് നമുക്ക് സാധാരണ നമ്മൾ വാങ്ങാൻ പോകുമ്പോൾ ഈ പറഞ്ഞ ഒരു അവസ്ഥയിൽ 3 വയസ്സോ 5 വയസ്സിന്റെ ഇടയിലുള്ള പശുക്കളെയാണ് നമ്മൾ സാധാരണ വാങ്ങുന്നത്. കാരണം ഒന്ന് പ്രസവിച്ച് ഉള്ള പശുക്കളെ ആയിരിക്കാം നമ്മൾ വാങ്ങാൻ സാധാരണ പോകുന്നത്. അപ്പൊ അങ്ങനെയുള്ള പശുക്കളെ നോക്കണമെങ്കിൽ അങ്ങനെയുള്ള പശുക്കൾക്ക് വായിക്കാത്ത 4 പല്ല് അല്ലെങ്കിൽ 8 പല്ല് ഉണ്ടാവും എന്നുള്ളൊരു നിലയിലേക്കാണ്. പിന്നീട് അതിന്റെ ഈ നടുക്കിലത്തെ പല്ലിന്റെ ഉയരം കുറഞ്ഞു വരികയും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ വാ തുറക്കുമ്പോൾ തന്നെ നടുക്കത്തെ പല്ലിന് നീളം കുറഞ്ഞു വരുന്നതായിട്ടൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. ഇത് വിശദീകരിച്ച് പറയേണ്ട ഒരു സാധനമാണ്, എന്നാലും ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോയെന്നേ ഉള്ളൂ. ഇപ്പം പല്ല് നോക്കിയിട്ട് നിങ്ങളുടെ അടുത്തുള്ള ഡോക്ടർക്കോ അല്ലെങ്കിൽ നിങ്ങളെ മൃഗസംരക്ഷണ മേഖലയിൽ നിങ്ങളെ സഹായിക്കുന്ന ആളുകൾക്കൊക്കെ തന്നെ ഇത് മനസ്സിലാക്കാനായിട്ട് അറിയാം. അവരെയൊക്കെ ഇത് വളരെ വിശദമായിട്ട് പഠിപ്പിച്ചിട്ടുള്ളതാണ്. അപ്പൊ അങ്ങനെയുള്ള ആരുടെയെങ്കിലും ഒരു സഹായം എടുക്കുന്നതും നല്ലതായിരിക്കും. ജനുസ് വളരെ പ്രധാനപ്പെട്ടതാണ്. നമുക്കറിയാം 2 ജനുസാണ് ഇപ്പൊ കേരളത്തിൽ വളരെ കൂടുതലായിട്ടുള്ളത്. ഒന്ന് ജേഴ്സിയാണ്, രണ്ടാമത്തത് HF ആണ്. നമുക്കത് ചിത്രങ്ങൾ സഹിതം കാണാം. അപ്പം ജനുസിനകത്ത് ചൂട് കൂടുതലുള്ള ഒരു ഏരിയ ആണെങ്കിൽ അവിടെ ജേഴ്സി ആയിരിക്കും കുറച്ചും കൂടി ഉചിതം. അതേസമയം തണുപ്പൊക്കെ ഉള്ള ഒരു ഏരിയ ആണെങ്കിൽ HF-ന് കൂടുതൽ പാല് ലഭിക്കും. ജേഴ്സി ആണെങ്കിൽ പാല് അത്രത്തോളം ലഭിക്കത്തില്ല. എന്നിരുന്നാലും ചൂട് താങ്ങാനുള്ള കഴിവ് ജേഴ്സിക്ക് വളരെയധികം കൂടുതലുണ്ട്. കുറച്ചും കൂടെ രോഗപ്രതിരോധ ശക്തി ജേഴ്സിക്കാണ് കൂടുതൽ. ഒരു 15 ലിറ്റർ വരെയൊക്കെ പാൽ ഉൽപാദനം ജേഴ്സിക്കും കിട്ടും. അതേസമയം 20ന്റെ മേൽപോട്ടൊക്കെ നമുക്ക് HF-ന്റെ പശുവിന് പാല് കിട്ടുമെങ്കിൽ കൊഴുപ്പ് വളരെ കുറവായിരിക്കും. ജേഴ്സിയുടെ പശുവിന്റെ പാലിന് കൊഴുപ്പും ഉണ്ടാവും എന്നൊക്കെ ഉള്ള നിലയിലാണ്. അപ്പൊ നമ്മള് ഈ പാൽ ഉൽപാദനം നോക്കിയിട്ടാണ് നമുക്ക് ഈ പശുവിന്റെ വില പറയുന്നത് കൊണ്ട് 2 നേരത്തെയും കറവ ശ്രദ്ധിക്കണം. വൈകുന്നേരത്തെ കറവ പൂർണ്ണമായി എന്നുള്ളത് ഉറപ്പിച്ചിട്ട് വേണം പിറ്റേ ദിവസത്തെ രാവിലത്തെയും വൈകുന്നേരത്തെയും കറവ കാണാനായിട്ട്. നമ്മൾ പലപ്പോഴും ഒരു പശുവിനെ വാങ്ങാൻ പോകുന്ന സമയത്ത് രാവിലത്തെ കറവ കൂട്ടാൻ വേണ്ടിയിട്ട് തലേദിവസത്തെ വൈകുന്നേരത്തെ കറവ പൂർണ്ണമായിട്ട് ചെയ്യാതെ അവര് പാൽ അവിടെ കെട്ടി നിർത്തുന്ന ഒരു സ്ഥിതിവിശേഷം കാണാറുണ്ട്. അപ്പൊ ആ വരുന്ന പാലും കൂടെ പിറ്റേ ദിവസത്തെ രാവിലത്തെ കറവയിൽ നമ്മൾ അധികമായിട്ട് എണ്ണി പോയി കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ വില കൂടുതലായിട്ട് കൊടുക്കേണ്ടി വരും. അത്രയും പാലുൽപാദനം പശുവിന് ചിലപ്പോൾ കാണത്തുമില്ല. അപ്പൊ അങ്ങനെയുള്ള നിരവധിയായ കള്ളക്കമ്മട്ടങ്ങൾ ഈ മേഖലയിൽ പ്രവർത്തിക്കുന്നതുകൊണ്ട് അവരെ ഒന്ന് നമ്മൾ ഭയന്നിരിക്കണം എന്നുള്ള നിലയിലാണ് ഇത് പറയുന്നത്. നമ്മളൊരു നല്ല പശു എന്ന് പറയുമ്പോൾ തിളക്കമുള്ള കണ്ണുണ്ടാവണം, വലിപ്പമുള്ള വയറുണ്ടാവണം, നീളമുള്ള ഉടലുണ്ടാവണം, മിനുസമുള്ള രോമം ഉണ്ടാവണം എന്നൊക്കെ പറയും. അകിടാണെങ്കിൽ അകിടാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അത് തൊട്ടാൽ മൃദുവായിരിക്കണം. നീളമുള്ള ഒരേ വലിപ്പമുള്ള മുലക്കാമ്പുകൾ ഉണ്ടാവണം. തുടുത്ത പാൽജലം ഉണ്ടാവണം. കറവയ്ക്ക് ശേഷം പൂർണ്ണമായും ചുരുങ്ങി പോകുന്ന അകിടാണ് ഏറ്റവും നല്ലത്. സ്വയം കറന്ന് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ കറവയ്ക്ക് നിന്ന് തരുന്ന പശുവാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ചില പശുക്കളൊക്കെ അപ്പൊ തന്നെ ചവിട്ടും. അപ്പൊ അങ്ങനെയൊക്കെയുള്ള പശുക്കളെ നമുക്ക് ഒഴിവാക്കാൻ സാധിക്കും. ഒന്ന് അകിടയിലൊക്കെ ഒന്ന് പിടിച്ചു നോക്കുന്നത് വളരെയധികം നല്ലതാണ്. 4 കാമ്പിനകത്തിൽ കൂടെയും പാല് വരുന്നുണ്ടെന്ന് തന്നെ നമുക്ക് നോക്കാൻ പറ്റും. കാരണം ചിലപ്പം ഭയങ്കര ലുക്കൊക്കെ ആയിരിക്കും, പക്ഷെ 3 കാമ്പും അടഞ്ഞു പോയതായിരിക്കും. ഒരൊറ്റ കാമ്പിൽ നിന്ന് മാത്രമേ പാല് വരുന്നുണ്ടാവുള്ളൂ. ഈ കച്ചവടക്കാരൻ വളരെ ബുദ്ധിയോടുകൂടി അതേ പിടിച്ച് മാത്രമായിരിക്കും നമുക്ക് പാല് കറന്ന് കാണിച്ചു തരുന്നത്. ബാക്കി 3 അടഞ്ഞിരിക്കുന്നതായിരിക്കും. അങ്ങനെയൊക്കെ
അറിയത്തുള്ള രീതിയിൽ പറ്റിക്കപ്പെടുന്നുണ്ട് ജനം. അപ്പൊ അത് ഒന്ന് കൃത്യമായിട്ട് നിങ്ങൾ കണ്ണ് തുറന്ന് വേണം. എപ്പോ വേണമെങ്കിലും നിങ്ങളിൽ നിന്ന് പറ്റിക്കപ്പെടാനുള്ള സാധ്യതയുള്ള ഒരു മേഖലയാണ് ചന്ത എന്ന് പറയുന്നത്. അപ്പൊ അവിടെ കഴിയുന്നതും അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ പോകുമ്പോൾ വളരെ സൂക്ഷ്മതയോടെ വേണം നമ്മൾ കാര്യങ്ങൾ നോക്കാനായിട്ട്. ചുരത്താനായിട്ട്, പാല് ചുരത്താനായിട്ട് വൈകുന്ന പശുക്കളെ നമ്മൾ ഒഴിവാക്കണം. കാരണം ചില പശുക്കള് കുട്ടികളെ കണ്ടാൽ മാത്രമേ പാല് ചുരത്തുള്ളൂ, ചില പശുക്കള് ചില കറവക്കാരുടെ കറവയിൽ നിന്ന് മാത്രമേ ചുരത്തുള്ളൂ എന്നൊക്കെയുള്ള ഒരു നിലയിലാണെങ്കിൽ നമുക്ക് ആ പശുവിനെ നമ്മുടെ വീട്ടിൽ കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് ബുദ്ധിമുട്ടുണ്ടാവും. അപ്പൊ അത് നോക്കുന്നത് നല്ലതാണ്. ഓരോ കുരുക്കള് വ്രണങ്ങളൊക്കെ ഉള്ള അകിട് നമുക്ക് ഒഴിവാക്കാവുന്നതാണ്. 5 വയസ്സിന് താഴെയുള്ള പശുക്കളെ വാങ്ങുന്നതാണ് എപ്പോഴും ഉചിതം. പ്രസവിച്ച് 2-3 ആഴ്ചക്കുള്ളിൽ തന്നെ വാങ്ങുന്നതാണ് നല്ലത്. കുട്ടിയുടെ ശരീര തൂക്കം നമ്മൾ എപ്പോഴും നോക്കേണ്ടത് ഒരു 25 കിലോയെങ്കിലും വേണമെന്നുള്ളതാണ്. നമുക്കൊരു 30 മാസത്തിനകം തന്നെ, അതായത് ജനിച്ചിട്ട് ഒരു 30 മാസത്തിനകം തന്നെ പ്രസവിച്ച പശുക്കളാണ് എപ്പോഴും നല്ല പശുക്കൾ നമുക്ക് പറയുന്നത്. പിന്നീട് ഓരോ വർഷവും നമുക്ക് ഓരോ പ്രസവം കിട്ടുകയാണെങ്കിൽ ഏറ്റവും നല്ല രീതിയിലാണ്. പശുവിന് നമ്മൾ വാങ്ങാൻ പോകുമ്പം ആ പശു കഴിച്ചുകൊണ്ടിരിക്കുന്ന തീറ്റയും തീറ്റക്രമവും ഒക്കെ ഒന്ന് ചോദിച്ച് മനസ്സിലാക്കുന്നത് നല്ലതാണ്. അത് കഴിയുമെങ്കിൽ കുറച്ചെങ്കിലും വാങ്ങിക്കൊണ്ട് വന്നു കഴിഞ്ഞാൽ ഒരു 1-2 ആഴ്ചയെങ്കിലും ആ തീറ്റക്രമം തന്നെ നമുക്ക് പാലിച്ചുകൊണ്ട് നമ്മുടെ തീറ്റയിലേക്ക് പതുക്കെ മാറുന്നതാണ് എപ്പോഴും നല്ലത്. ഒറ്റയടിക്ക് നമ്മുടെ തീറ്റയിലേക്ക് കൊണ്ട് മര്യാദ പഠിപ്പിക്കാനായിട്ട് നോക്കരുത്. അത് ശീലിച്ചിരിക്കുന്ന ഒരു തീറ്റക്രമമുണ്ട്. ആ തീറ്റക്രമത്തിൽ നിന്ന് അത് തന്നെ 1/4 ഭാഗം ഒരു ദിവസം കൊടുത്ത് 1/4 ഭാഗം പുതിയ നമ്മൾ ഉദ്ദേശിക്കുന്ന തീറ്റക്രമം കൊടുത്തിട്ട് അതിന്റെ അടുത്ത ദിവസം 1/2 ഭാഗം നമ്മുടെ ഉദ്ദേശിക്കുന്നതും 1/2 ഭാഗം പഴയതും കൊടുത്ത് പിന്നെ 3/4 ഭാഗം പുതിയതും 1/4 ഭാഗം പഴയതും കൊടുത്ത് അങ്ങനെ ഒരു 5, 6, 10 ദിവസം കൊണ്ട് വേണം നമ്മൾ അത് ശീലിച്ചിരിക്കുന്ന ഒരു തീറ്റക്രമത്തിൽ നിന്ന് നമ്മുടെ തീറ്റക്രമത്തിലേക്ക് മാറ്റാനായിട്ട്. നമ്മൾ കട്ടായം പിടിച്ചു കഴിഞ്ഞാൽ പാലുൽപാദനം ചിലപ്പം നഷ്ടപ്പെട്ടു പോകും. നമുക്ക് വളരെയധികം ആ ഒരു രീതിയിൽ നഷ്ടങ്ങൾ സംഭവിക്കാനുള്ള ഒരു കാര്യം ഉണ്ടാവാം. അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് വാങ്ങുമ്പോൾ പലപ്പോഴും വൈദ്യപരിശോധന ആവശ്യമാണ്. ഇന്നത്തെ കാലത്ത് തൈലീരിയ എന്നൊക്കെ പറയുന്ന പല രോഗങ്ങളും നമുക്കുണ്ട്. ഒത്തിരി നഷ്ടങ്ങൾ നമുക്ക് കർഷകർക്ക് വരുന്നതായിട്ട് നമുക്ക് അറിയാം. അപ്പൊ അതൊക്കെ ഒന്ന് നോക്കിക്കണ്ട് കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നിശ്ചയമായിട്ട് ലാഭമുള്ള ഒരു മേഖലയാണ്. ഈ ഗർഭാശയം രോഗമുള്ളതിനെ ഒഴിവാക്കുന്നത് നല്ലതാണ്. ഈ വയറിളക്കമുള്ളതിനെ, അതായത് നമ്മള് ഈ വാലൊന്ന് പൊക്കിയിട്ട് അതിന്റെ പൃഷ്ഠഭാഗത്തൊന്ന് കൈ ഓടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ചാണകത്തിന്റെ പൊടിയൊക്കെ കിട്ടുവാണെങ്കിൽ നിത്യേന വയറിളകുന്ന ഒരു പശു ആയിരിക്കാം. അപ്പൊ അങ്ങനെയുള്ളതിനെ ഒഴിവാക്കുന്നത് നല്ലതാണ്. അതുപോലെ തന്നെ എഴുന്നേൽക്കാൻ ബുദ്ധിമുട്ടുള്ളത്, നടക്കാൻ ബുദ്ധിമുട്ടുള്ളത്, നടക്കുമ്പോൾ ഈ നട്ടല് വളഞ്ഞു വരുന്ന പശുക്കളൊക്കെ നമുക്ക് ഒഴിവാക്കാവുന്നതാണ്. ഇതാണ് ഞാൻ ഈ തൈലീരിയ എന്ന് പറയുന്ന ഒരു അസുഖം വരുന്നപ്പം ചില ഈ മുണ്ടിയുടെ ഗ്രന്ഥികളുണ്ട്, മുണ്ടി ഗ്രന്ഥികൾ, ലിംഫ് നോഡ്സ്. ആ ഗ്രന്ഥികൾ വല്ലാതെ വലുതാവും. ഇപ്പൊ നമുക്ക് കാണാം, ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട് 6, 5, 4, 3, 2, 1 എന്നൊക്കെ പറഞ്ഞിട്ടുള്ള അവിടെയൊക്കെ ചില ഗ്രന്ഥികൾ വീർത്തിരിപ്പുണ്ടെങ്കിൽ അങ്ങനെയുള്ള പശുക്കൾ നമ്മൾ വാങ്ങാതിരിക്കുക. ഈ ഭാഗങ്ങളിലൊക്കെ ഒന്ന് പിടിച്ചു നോക്കിയാൽ മതി. ഇപ്പം ഇങ്ങനെയുള്ള ഭാഗങ്ങളൊക്കെ പിടിച്ചു നോക്കി കഴിഞ്ഞാൽ ഈ ഗ്രന്ഥികൾ വളരെയധികം വലുതായിട്ടിരിക്കും. തൈലീരിയ പോലെയുള്ള രക്തത്തില് ഉള്ള ചില അണുക്കൾ ഉണ്ടെങ്കിൽ അപ്പം അത് നമുക്ക് ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെയുള്ള പശുക്കൾ നമ്മളൊന്ന് ഒഴിവാക്കുന്നത് നല്ലതായിരിക്കും. ഈ നടക്കുമ്പോൾ നമ്മൾ ഈ 4ാമത് കാണുന്ന രീതിയിൽ നട്ടല് വളഞ്ഞു വരുന്ന, 4ാമതല്ല 3ാമത്തെ ചിത്രത്തിൽ കാണുന്ന പോലെ അല്ലെങ്കിൽ 2ാമത്തെ ചിത്രത്തിൽ കാണുന്ന പോലെ നടക്കുമ്പം നട്ടല് വളയുന്ന പശുക്കൾ എന്ന് പറയുന്നത് അതിന്റെ കുളമ്പിന് സാരമായ ക്ഷതമുള്ള പശുക്കളാണ്. അങ്ങനെ നട്ടല് വളഞ്ഞ് അതിന്റെ വേദന, കാലിലെ വേദന കുറയ്ക്കാനായിട്ട് ശ്രമിക്കുന്നത്. അപ്പൊ നടത്തി നോക്കുമ്പോൾ ഈ നട്ടല് വളഞ്ഞു വരുന്ന പശുക്കളെ കഴിയുന്നത് ഒഴിവാക്കുന്നതായിരിക്കും നല്ലത്. അതും ഒന്ന് ഒന്ന് ശ്രദ്ധിച്ചു വെക്കാം. രണ്ടാമത്തത്, അപ്പൊ ഇത് കണ്ടില്ലേ, ഇപ്പം ഒരു പൃഷ്ഠഭാഗത്ത് നിന്ന് പുറകിൽ നിന്ന് നോക്കി കഴിയുമ്പോൾ നല്ല രീതിയിലുള്ള അകിട് എന്ന് പറയുന്നത് ശരീരവുമായിട്ട് നന്നായിട്ട് ചേർന്നിരിക്കുന്ന ഒരു അകിടാണ്. ഇപ്പൊ നിങ്ങൾക്ക് ഈ ചിത്രത്തിൽ കാണുന്ന പോലെ നല്ല രീതിയിലുള്ള ഒരു അകിട് ഉള്ള ഒരു പശുവിനെയാണ് നമ്മൾ വാങ്ങേണ്ടത്. അല്ലാണ്ട് ഒരു പ്രത്യേക രീതിയിൽ ശരീരവുമായിട്ട് ശരീരം വേറൊരു രീതിയിലും അകിട് വേറൊരു രീതിയിലൊക്കെ ഇരിക്കുന്ന പശുക്കളെ നമുക്ക് വാങ്ങിക്കഴിഞ്ഞാൽ ചിലപ്പോൾ അകിട് വീക്കൊക്കെ വന്ന് പുറത്ത പശുക്കളായിരിക്കാം. അപ്പൊ അങ്ങനെയുള്ള പശുക്കൾ നമുക്ക് ഒഴിവാക്കുന്നത് നല്ലതാണ്. ഏകദേശം നമ്മൾ എപ്പോഴും പശുവിനെ വാങ്ങാൻ പോകുമ്പോൾ ഈ 2.25 മാർക്ക് മുതൽ ഒരു 3.25 മാർക്ക് വരെയുള്ള പശുക്കളെ വാങ്ങുന്നത് നല്ലത്. 2, 2.5 എന്ന് പറയുന്ന തീരെ മെലിഞ്ഞ പശുക്കളും 3.5, 3.25 എന്ന് പറഞ്ഞാൽ വല്ലാതെ വണ്ണം വെച്ചിട്ടുള്ള പശുക്കളുമാണ്. നമ്മുടെ ഒരു റേഞ്ച് എന്ന് പറയുന്നത് 2.25 തൊട്ട് 3.25 ഇടയിലുള്ള പശുക്കളെ ആയിരിക്കണം നമ്മൾ വാങ്ങേണ്ടത്. അപ്പൊ ഞാനിത് അതിന്റെ വേറൊരു ചിത്രമാണിത്. 1, 2, 3 ഈ 1, 2 ഒന്ന് വാങ്ങിക്കഴിഞ്ഞാൽ ചിലപ്പോൾ അത് നമുക്ക് ബുദ്ധിമുട്ടുണ്ടാക്കും. ഏകദേശം ഒരു 3ന്റെ ഷേപ്പിംഗിൽ നമുക്ക് വേണം. 3, 4 3ഉം 4ഉം ഷേപ്പിലുള്ള പശുക്കളെയാണ് നമുക്ക് വേണ്ടത്. 5, 6 അതുപോലെ തന്നെ 5 ആണെങ്കിലും വളരെയധികം വണ്ണം കൂടുന്ന പശുക്കളാണ്. അതിന് നമുക്ക് കഴിയുന്നത് വാങ്ങാതിരിക്കുകയാണ് നല്ലത്. ഇപ്പൊ കറവയുടെ ദൈർഘ്യം, ഒരു പശുവിനെ നമ്മൾ വാങ്ങുമ്പോൾ അത് നമുക്ക് ഒരുപക്ഷെ നമുക്ക് ആദ്യത്തെ വാങ്ങലിൽ ചിലപ്പോൾ മനസ്സിലായില്ലെങ്കിലും നമ്മുടെ ഫാമിൽ കൊണ്ടുവന്നു കഴിഞ്ഞിട്ട് നമുക്കൊരു ഏകദേശം ഒരു 300 ദിവസമെങ്കിലും കറക്കാൻ പറ്റുന്ന പശുക്കളെയാണ് നമ്മൾ
നമ്മൾക്ക് നമ്മുടെ ഫാമിൽ നിർത്താൻ സാധിക്കുന്നത്. നല്ല പശുക്കൾ എന്ന് പറയുന്നത് 300 ദിവസമെങ്കിലും കറവ തരുന്ന പശുക്കളായിരിക്കണം. ഏകദേശം നമുക്കൊരു ദിവസേന ഒരു 10 ലിറ്റർ അല്ലെങ്കിൽ 12 ലിറ്റർ വെച്ചിട്ട് കിട്ടി ഒരു 3000-3500 ലിറ്റർ എങ്കിലും ഒരു കറവയിൽ കിട്ടുന്ന പശുക്കൾ വേണം നമുക്ക് മിനിമം വാങ്ങാനായിട്ട്. എന്നതിൽ ഒരു മിനിമം രീതിയിൽ ലാഭകരമായിട്ട് നമുക്ക് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. കറവ മാടുകളെ തിരഞ്ഞെടുക്കുമ്പോൾ കുട്ടികളുടെ ശരീരഭാരം വേണമെങ്കിൽ നമുക്കൊരു ക്രൈറ്റീരിയ ആയിട്ട് എടുക്കാവുന്നതാണ്. ഒരു മിനിമം ഒരു 30 കിലോ എങ്കിലും ശരീരഭാരമുള്ള പശുക്കുട്ടിയാണ് നമുക്ക് ഒരു 18 മാസം കൊണ്ടൊക്കെ നമുക്ക് അതിനെ ഇണ ചേർക്കാൻ സാധിക്കുന്നത്. അതേസമയം ഒരു 20 കിലോ അല്ലെങ്കിൽ 25 കിലോ ഒക്കെ ഉള്ള രീതിയിലുള്ള കുട്ടികളാണ് ഉണ്ടാവുന്നതെങ്കിൽ അതിനെ നമ്മൾ 3 വയസ്സ് വരെ വളർത്തിയാൽ പോലും ചിലപ്പോൾ അത് മതിലക്ഷണം കാണിക്കണമെന്നില്ല. അപ്പൊ അങ്ങനെയുള്ള കുട്ടികൾ നമുക്ക് ഒഴിവാക്കാവുന്നതാണ്. മിനിമം ശരീരഭാരം ജനിക്കുമ്പോൾ, നമ്മുടെ ഫാമിലെ ജനിക്കുമ്പോൾ നമ്മൾ നിലനിർത്താൻ ഉദ്ദേശിക്കുന്ന കുട്ടികൾക്ക് ഒരു 30 കിലോ 35 കിലോ ഭാരം ഉണ്ടാവണമെന്നുള്ളത് നമുക്ക് ശടിക്കാവുന്ന ഒരു കാര്യമാണ്. ആദ്യം മതി കാണിക്കുന്നത് ഒരു 12 മാസം 14 മാസം പ്രായത്തിൽ തന്നെ കാണിക്കുന്നത് നല്ലതാണ്. ആദ്യത്തെ ചെനയ്ക്ക് കുത്തിവെക്കുന്ന ഒരു 18 മാസത്തിലെങ്കിലും കുത്തിവെക്കണം എന്നുള്ളതാണ്. 2 പ്രസവങ്ങൾ തമ്മിൽ ഒരു 12 മുതൽ 15 മാസം, അതായത് ഒന്ന് പ്രസവിച്ചു കഴിഞ്ഞാൽ അടുത്ത ഒരു വർഷം അല്ലെങ്കിൽ 15 മാസം കൊണ്ടെങ്കിൽ അടുത്ത 15 മാസം കഴിയുമ്പോഴത്തേക്ക് അടുത്തത് പ്രസവിക്കാവുന്ന രീതിയിൽ വേണം നമ്മൾ കാര്യങ്ങൾ ചെയ്യാനായിട്ട്. അതിന് പലപ്പോഴും നമുക്ക് തടസ്സമായി നിൽക്കുന്ന നമ്മുടെ ചില വിശ്വാസങ്ങളാണ്. പശു പ്രസവിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഉടനെ നമ്മള് പശുവിനെ കുത്തിവെക്കത്തില്ല, പശുവിനെ ഇണ ചേർക്കത്തില്ല എന്നുള്ളതിന്റെ ഏറ്റവും വലിയ കാര്യം, അതിന്റെ നമ്മുടെ ഉദ്ദേശം എന്ന് പറയുന്നത് പശുവിനെ ഇണ ചേർക്കാതിരിക്കുന്നതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം പാല് കുറഞ്ഞു പോകും എന്നുള്ളൊരു നിലയിലാണ്. അതൊരു തെറ്റായ ഒരു സങ്കല്പമാണ്. അതുകൊണ്ട് പശു പ്രസവിച്ചു കഴിഞ്ഞിട്ട് ആദ്യത്തെ കാണിക്കുന്ന മതിയിലല്ല, രണ്ടാമത്തെ കാണിക്കുന്ന മതിയിൽ നിർബന്ധമായിട്ട് നമ്മൾ അതിനെ ഇണ ചേർക്കാനായിട്ട് ഉപയോഗിക്കണം എന്നുള്ളൊരു നിലയിൽ നമുക്കൊരു കാര്യം പറയാനുണ്ട്. പശു പ്രസവിച്ചു കഴിഞ്ഞ് രണ്ടാമത് കാണിക്കുന്ന മതിയിൽ, അതായത് ആദ്യത്തെ മതി നമ്മൾ ഒഴിവാക്കാം, രണ്ടാമത്തെ മതിയിലെങ്കിലും നമ്മൾ അതിനെ നിർബന്ധമായിട്ടും ഇണ ചേർക്കണം അല്ലെങ്കിൽ കൃത്രിമ ബീജദാനത്തിന് വിധേയമാക്കണം എന്നുള്ളൊരു കാര്യം പ്രത്യേകം പറയുന്നു. കാരണം പലപ്പോഴും നമ്മൾ ആ ഒരു കാര്യം നമുക്ക് ഒരു വർഷത്തിൽ ഒരു പ്രസവം എന്നുള്ളൊരു ലക്ഷ്യത്തിലേക്ക് നമുക്ക് പോയാൽ നമ്മുടെ പല നഷ്ടമുള്ള ഫാമുകൾക്ക് നമുക്ക് ലാഭമാക്കാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. ചില നമ്മുടെ വിശ്വാസങ്ങൾ കാരണം നമ്മൾ ചെയ്യാറില്ല എന്നുള്ള നിലയിലാണ് നമുക്ക്. അപ്പൊ ഇത് നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണ്. ശരീരഭാരം നമുക്ക് നിർണ്ണയിക്കാനായിട്ട് നമുക്ക് നീളം ഗുണം ചുറ്റളവ് ബൈ 660 എന്ന് പറയുന്ന ഒരു ഫോർമുലയുണ്ട്. ഇഞ്ചിലാണ് നിങ്ങൾ നീളവും ചുറ്റളവും എടുക്കേണ്ടത്. നെഞ്ചിന്റെ ചുറ്റളവാണ്. കിടാവിന്റെ മുൻകാലുകൾക്ക് തൊട്ടു പിന്നിലെയുള്ള ശരീരത്തിന്റെ ചുറ്റളവാണ് അത് നമ്മൾ നോക്കുന്നത്. തോളലിന്റെ മുഴ മുതൽ ഇടുപ്പെല്ലിന്റെ പുറകറ്റം വരെ ഞാനതിൽ വേറെ ചിത്രം കൂടെ കാണിച്ചത് ഇത് മനസ്സിലാവും നിങ്ങൾക്ക്. നീളവും ചുറ്റളവും നെഞ്ചിന്റെ ചുറ്റളവാണ്. ഒരു ചേച്ചി എടുക്കുന്നത് നിങ്ങൾക്ക് കാണാം. നമ്മള് നെഞ്ചിന്റെ ചുറ്റളവ് മൊത്തത്തിൽ എടുക്കുക, നീളം എടുത്ത് നെഞ്ചിന്റെ ചുറ്റളവ് എടുക്കുക, 2 ഇഞ്ചിലെടുക്കണം. എന്നിട്ട് നീളം ഗുണം ചുറ്റളവ് ഡിവൈഡ് ബൈ 660 എന്ന് പറയുമ്പോൾ നമുക്ക് പശുവിന്റെ ശരീരഭാരം കിട്ടും. ഈ പശുവിന്റെ ശരീരഭാരം കിട്ടുന്നത് നമുക്ക് പല കാര്യങ്ങൾക്ക് ആവശ്യമാണ്. പശുവിന് എത്ര തീറ്റ കൊടുക്കണം എന്നുള്ളതിന് പ്രധാനപ്പെട്ടതെന്ന് പറയുന്ന പശുവിന് ഒരു ദിവസം കൊടുക്കേണ്ട തീറ്റ എന്ന് പറയുന്നത് അതിന്റെ ഖരാഹാരം, ഖരപദാർത്ഥം കൊടുക്കുന്നത് തന്നെ അതിന്റെ ശരീരഭാരമായിട്ട് നമുക്ക് തട്ടിച്ച് നോക്കാവുന്ന ഒരു കാര്യമാണ്. അപ്പൊ അങ്ങനെയുള്ള രീതിയിൽ നമുക്ക് പറയാം. ജനുസുകളെ കുറിച്ച് ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞിരുന്നു. ഇതാണ് ഭാരതത്തിലെ ഈ നാടൻ പശുക്കൾ എന്നൊക്കെ പറഞ്ഞാൽ ഇപ്പം ഈ അടുത്ത കാലത്തായിട്ട് വളരെയധികം പ്രചാരത്തിൽ വരുന്ന ഒരു സാധനമാണ് സിന്ധി പശു. പണ്ട് നമുക്ക് നമ്മുടെ നാട്ടിലൊക്കെ ഇഷ്ടം പോലെ ഉണ്ടായിരുന്ന ഒരു പശുവാണ് സിന്ധി പശു. ഇതാണ് ഈ അടുത്ത കാലത്ത് വളരെയധികം കേമപ്പെട്ട് വരുന്ന ഗിർ എന്ന് പറയുന്ന പശു. ഗിർ പശു നമുക്ക് ഗുജറാത്തിൽ നിന്നാണ് നിരവധിയായിട്ട് ഇവിടെ വരുന്നുണ്ട്. ഇപ്പോൾ ഗിർ പശു ഉണ്ട് നമുക്ക്. അതുപോലെ തന്നെ ഈ ഗിർ പശുവിന്റെ ഒരു പ്രധാനപ്പെട്ട പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ ഗിർ പശുവിനെ ബ്രസീലിലേക്ക് കൊണ്ടുപോവുകയും അവിടെ അതിനെ ഇറച്ചിക്ക് വേണ്ടിയിട്ട് കാള വളർത്തലിലൊക്കെ കാളയായിട്ടൊക്കെ വളർത്തുന്നുണ്ട്. ബ്രസീൽ ബ്രാഹ്മൺ എന്നാണ് അവരതിനെ പറയുന്നത്. അപ്പൊ ഗിർ പശു എന്ന് പറയുന്നത് നമ്മുടെ പശുവിന്റെ കാളകളെ ഇവിടെ വിദേശത്ത് കൊണ്ടുപോയി അവര് അതിനെ ഒരു ഇറച്ചിക്ക് വേണ്ടിയിട്ട് വളർത്താവുന്ന കാളവർഗമായിട്ട് മാറ്റിയിട്ടുണ്ട്. എന്നിരുന്നാലും നമ്മുടെ നാട്ടിലെ ഗിർ എന്ന് പറയുന്ന പശു, അപ്പൊ ഇതെല്ലാം തന്നെ തരുന്നത് ഒരു സാഹിവാൾ, ഏറ്റവും നല്ല മികച്ച നാടൻ പശുവിന്റെ ഏറ്റവും കൂടുതൽ പാലുൽപാദനം തരുന്ന ഇനം സാഹിവാളാണ്. ഏകദേശം 15 ലിറ്റർ മുതൽ 18 ലിറ്റർ വരെയൊക്കെ കറവ തരാനായിട്ടുള്ള കഴിവുള്ള ഒരു നാടൻ പശുവാണ്. ഈ ഗിറിനൊക്കെ ഒരു 8 ലിറ്റർ ഒക്കെ 6 ലിറ്റർ 8 ലിറ്റർ ഒക്കെ കിട്ടുകയുള്ളെങ്കിൽ സാഹിവാളിന് ഏകദേശം ഈ പറഞ്ഞ പോലെ 12 മുതൽ 15 ലിറ്റർ വരെയൊക്കെ പാലുൽപാദനം ദൈനംദിനം കിട്ടുന്ന രീതിയിലുള്ള പശുക്കളാണ്. അപ്പൊ ഏറ്റവും ഉയർന്ന പാലുൽപാദനം നമ്മുടെ നാടൻ ജനുസുകളിൽ ഏറ്റവും കൂടുതൽ കിട്ടുന്നത് സാഹിവാളിനാണ്. അതുപോലെ താർപ്പാർക്കർ ഉണ്ട്, ഒരു 6 ലിറ്റർ 8 ലിറ്റർ വരെയൊക്കെ കറവ കിട്ടുന്നത് വെളുത്ത പശു, നന്ദി പശു എന്നൊക്കെ പറയും. കാൻഗിറേജ് എന്ന് പറയുന്ന വണ്ടിക്കാളയായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ഇനമാണ്. ഓങ്കോൾ എന്ന് പറയുന്നത് മറ്റൊരു വണ്ടിക്കാളയായിട്ട് ഉപയോഗിക്കുന്ന ഒരു സാധനമാണ്. കൃഷ്ണവാലി, ഇതൊക്കെ പോട്ടെ. നമുക്ക് ഈ കങ്കായം, ജല്ലിക്കെട്ടിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു തമിഴ്നാട്ടിലൊക്കെ ഉപയോഗിക്കുന്ന ഒരു തരം ഇനമാണ്. ഇതൊക്കെ തന്നെ വളരെ കുറച്ച് പാലുൽപാദനമേ ഉള്ളൂ. ബെച്ചൂര് നമ്മുടെ നാട്ടിലെ സ്വന്തം പശു. സാധാരണ ഒരു പശുവിന്റെ 1/3 വലിപ്പമേ ഉണ്ടാവുള്ളൂ. നമുക്ക് ശരിക്കും കോട്ടയം ജില്ലയിലെ
വെച്ചൂർ ഗ്രാമത്തിലാണ് ഇതിന്റെ ജന്മദേശം. ഈ നമ്മുടെ നാടൻ പശുക്കൾ എന്ന് പറയുന്നതിനകത്ത് ഏറ്റവും ചെറുത്, സാധാരണ ഒരു പശുവിന് 3 ഭാഗമേ വലിപ്പമേ ഉണ്ടാവുള്ളൂ വെച്ചൂരിന് എന്നുള്ളതാണ് വെച്ചൂരിന്റെ പ്രത്യേകത. അപ്പം ചെറിയ തീറ്റ മതി, ചെറിയ പരിപാലനം മതി. ആടിനെ വളർത്തുന്ന സ്ഥലത്ത് നമുക്ക് പശുവിനെ വളർത്താൻ പറ്റും എന്നുള്ളൊരു നിലയിലാണ്. പക്ഷെ ഇതിനെല്ലാം തന്നെ ഇപ്പോഴത്തെ ഒരു മാർക്കറ്റ് പഞ്ചഗവ്യം, അതുപോലെ തന്നെ ഈ പറഞ്ഞ പോലെ ജീവാമൃതം എന്ന് പറയുന്ന വളം, അതുപോലെ തന്നെ ഈ പറഞ്ഞ പോലെ നാടൻ പശുവിന്റെ പാല് എന്നൊക്കെ ഉള്ള രീതിയിലുള്ള ഒരു വല്ലാത്ത ഒരു നല്ല പ്രചാരം ഇവർക്കൊക്കെ കിട്ടുന്നുണ്ട്. ജീവാമൃതം എന്ന് പറയുന്നത് പശുവിന്റെ ചാണകവും അതുപോലെ തന്നെ പയർ പൊടിയും എല്ലാം കൂടെ ചേർത്ത് ഭൂമിക്കകത്ത് വാ തുറന്ന് ഒരു ചട്ടിക്കകത്ത് അത് അവര് ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ 10 ദിവസവും ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ 10 ദിവസവും ഒക്കെ അത് മണ്ണിനകത്ത് മിക്സ് ചെയ്ത് വെച്ച് കഴിഞ്ഞിട്ട് അതിനെ എടുത്ത് അതിൽ നിന്ന് വരുന്ന തെളിയെടുത്ത് അതിനെ നമ്മൾ ഇലകളിലേക്ക് അടിക്കുന്ന ഫോളിയാർ വളമായിട്ട്, ഫോളിയാർ സ്പ്രേ ആയിട്ടൊക്കെ നടത്താവുന്ന രീതിയിൽ വാഴയ്ക്കൊക്കെ അടിക്കാവുന്ന ഒരു വളമാണ് ജീവാമൃതം. അപ്പൊ ജീവാമൃതത്തിനൊക്കെ ഒരു നല്ല മാർക്കറ്റ് ഉള്ളത് കൊണ്ട് നാടൻ പശുക്കൾക്ക് ഇന്നൊരു പ്രചാരം ഏറെയാണ്. നമുക്ക് വെച്ചൂർ പശുക്കളുണ്ട്, അതുപോലെ തന്നെ കാസർഗോഡ് കുള്ളനുണ്ട്. കാസർഗോഡ് കുള്ളൻ ശരിക്കും ഇപ്പൊ മലനാട് ഗിഡ്ഡ എന്ന് പറഞ്ഞിട്ട് കർണാടകക്കാർ അതിന്റെ പേറ്റന്റ് എടുത്തു കഴിഞ്ഞു. ഒരുപക്ഷെ കാസർഗോഡ് കുള്ളൻ എന്ന് പറയുന്നത് നമ്മൾ വെറുതെ വിളിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഇന്ന് അത് ഇന്ത്യൻ ഗവൺമെന്റിന്റെ ഇതിനകത്ത് മലനാട് ഗിഡ്ഡ എന്നുള്ള നിലയിലാണ് ഇപ്പൊ അത് അറിയപ്പെടുന്നത്. ഏറ്റവും ചെറിയ വെച്ചൂർ പശുവിന്റെ വലിപ്പമാണ്. അദ്ദേഹത്തിന് ഗിന്നസ് ബുക്ക് ഓഫ് റെക്കോർഡിലൊക്കെ പേര് കിട്ടിയത് ഈ പശുവിന്റെ വലിപ്പം വെച്ചിട്ടാണ്. അപ്പൊ അത് ഈ വിദേശ ജനുസുകൾ നമുക്ക് ജേഴ്സിയാണ് നമ്മൾ സാധാരണ കൊണ്ടുവരുന്നത്. ഈ ഇളം തവിട്ട് ചുവപ്പ് നിറമാണ് ജേഴ്സി പശുവിന്റെ പ്രത്യേകത. ജേഴ്സി പശുവിന് കൊമ്പുണ്ട്, കൊമ്പ് ഇതിനകത്ത് മുറിച്ച് കളഞ്ഞതുകൊണ്ടാണ് കാണാത്തത്. അതേസമയം നമുക്ക് ഇത് കൊഴുപ്പുണ്ട്, പാലിൽ അത്യാവശ്യം കൊഴുപ്പുള്ള പശുക്കളാണ്. 3.5% വരെയെങ്കിലും കൊഴുപ്പ് കിട്ടും. നമുക്ക് ചൂട് താങ്ങാനുള്ള കഴിവുണ്ട്. ഒരു 12 മുതൽ 15 ലിറ്റർ വരെ കറവ് കിട്ടും. അപ്പം അത് ഒന്ന്. 2 ആണ് ഈ വെള്ളയും കറുപ്പുള്ള HF എന്ന് പറയുന്ന ഹോൾസ്റ്റൻ ഫ്രീഷ്യൻ എന്ന് പറയുന്ന ഹോളണ്ടിൽ നിന്ന് വരുന്ന ഇനം. മറ്റേത് ഇംഗ്ലണ്ടിൽ നിന്നാണ് ജേഴ്സി വന്നിരിക്കുന്നത്. ഈ ഇത് 25 ലിറ്റർ മുതൽ മുകളിലോട്ട് 75 ലിറ്റർ വരെയൊക്കെ പാലുൽപാദനമുള്ള, ഒരു ദിവസം 75 ലിറ്റർ വരെയൊക്കെ പാലുൽപാദനമുള്ള പശുക്കളുണ്ട്. 25 ലിറ്റർ ഉണ്ടെങ്കിൽ പോലും പിന്നെ ചൂട് താങ്ങാനുള്ള കഴിവ് വളരെ കുറവാണ്. പിന്നെ പെട്ടെന്ന് കുളമ്പിലൊക്കെ അസുഖങ്ങൾ വരുന്നുണ്ട്. നമ്മുടെ നാട്ടിലെ ചില രോഗപ്രതിരോധ ശക്തികളൊക്കെ വളരെ കുറവാണ് താരതമ്യേന. പാലിന് കൊഴുപ്പും വളരെ കുറവാണ്, 3.5% താഴെയാണ്. എന്നിരുന്നാലും നമ്മുടെ ഇന്നത്തെ ഒരു സാഹചര്യത്തില് നമ്മുടെ കേരളത്തിലുള്ള കർഷകരെല്ലാവരും തന്നെ ഈ വെള്ളയും കറുപ്പുള്ള HF-നെ പ്രിഫർ ചെയ്യുന്നത് ഇതിന്റെ പാലിന്റെ അളവ് വളരെ കൂടുതലായതുകൊണ്ടാണ്. 25 ലിറ്റർ വരെയൊക്കെ പാല് കിട്ടാന്ന് പറയുമ്പോഴത്തേക്ക് അത് തന്നെ ഒരു വലിയൊരു കാര്യമാണ്. ഇന്ന് HF-ന്റെ പ്രചാരം വളരെയധികം വർദ്ധിച്ചു കഴിഞ്ഞു. ഞാൻ ഇന്നാള് ഏതോ ഒരു സ്കൂളിന്റെ മുമ്പിൽ കൂടെ പോകുമ്പം ആ സ്കൂളിന്റെ ഭിത്തിക്കകത്ത് കുട്ടികൾ വരച്ചു വെച്ചിരിക്കുന്ന ഒരു പടത്തിനകത്ത് ഈ ശിവൻ കയറി നിൽക്കുന്ന ഒരു നന്ദി പശുവിനും വെള്ളയും കറുപ്പും, അതായത് HF കാളയാണ് ശിവന്റെ വാഹനമായിട്ട് വരെ പിള്ളേർ അവരുടെ സങ്കല്പത്തിൽ ഇത് ചെയ്തിരിക്കുന്നത്. അപ്പം അങ്ങനെ ഒരു രീതിയിൽ നമ്മൾ നോക്കി കഴിയുമ്പോൾ നമുക്ക് ഈ ഒരു HF-ന്റെ പ്രചാരം നമുക്ക് മനസ്സിലാവും. നമ്മുടെ കുറച്ചു ദിവസം കൊണ്ട് തന്നെ നമുക്ക് ഇനിയിപ്പോ പശുക്കൾ എന്ന് പറയുമ്പോൾ തന്നെ വെള്ളയും കറുപ്പുള്ള ഈ HF ആയി മാറുന്നു എന്നുള്ള നിലയിലാണ്. HF-ന്റെ പല സോഴ്സസ് ഉണ്ട്. സാധാരണ കർഷകർ കൊണ്ടുവരുന്നത് ഈ കർണാടകത്തിലുള്ള നമ്മുടെ ഇവിടുന്നാണ്, കൃഷ്ണഗിരി എന്നൊക്കെ പറയുന്ന തമിഴ്നാട്ടിലെ ഹോസൂർ ജില്ലയിലുള്ള കൃഷ്ണഗിരി ബോർഡർ ഏരിയയിൽ നിന്നാണ് കൊണ്ടുവരുന്നത്, കൃഷ്ണഗിരിയിൽ നിന്നാണ് കൊണ്ടുവരുന്നത് സാധാരണ. അതല്ലാതെ കോലാർ എന്ന് പറഞ്ഞിട്ട് കർണാടകത്തിലെ കോലാർ, ഗോൾഡ് മൈൻസ് ഒക്കെ ഉള്ള കോലാറിലും HF-ന്റെ നല്ല ഇനങ്ങളുണ്ട്. പഞ്ചാബിൽ നിന്ന് ഒത്തിരി പേര് കൊണ്ടുവരുന്നുണ്ട്. പഞ്ചാബില് HF-ന്റെ പ്യുവർ കുട്ടികളെ കിട്ടും. അപ്പൊ അത് ആ ഒരു രീതിയിൽ നല്ലൊരു HF കുട്ടി ഹീഫർ എന്ന് പറയുന്ന ഒരു 75,000 rupees ഒക്കെ മിനിമം വരുന്ന രീതിയിലേക്കാണ് ഇപ്പൊ കാര്യങ്ങൾ പോകുന്നത്. അതായത് ഒരു 15 ലിറ്റർ 20 ലിറ്റർ ഒക്കെ കറവയുള്ള പശുക്കൾ എന്നുള്ള നിലയിൽ HF-ന്റെ പ്യുവർ ബ്രീഡ് സാധനങ്ങൾ വരുമ്പോൾ അതിന് 75,000 ടു മുകളിലോട്ട് 75,000 എന്ന് പറയുന്ന ഏറ്റവും ചെറിയ വില. അതേസമയം 1,10,000 വരെയൊക്കെ പോകുന്ന ഒരു രീതിയിലേക്കാണ് കാര്യങ്ങൾ ഇന്ന് മാറിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പൊ HF നമുക്ക് പ്യുവർ ബ്രീഡ് HF നമുക്ക് ഇപ്പം പഞ്ചാബിൽ നിന്ന് ഇഷ്ടം പോലെ അവർ ഒറിജിനൽ HF-നെ തന്നെ, അതായത് ഈ 75 ലിറ്റർ ഒക്കെ കിട്ടുന്നത് ഞാൻ പറഞ്ഞത് ഒറിജിനൽ HF എന്നുള്ള നിലയിലുള്ള സാധനങ്ങളെ തന്നെ അവർ ഇറക്കുമതി ചെയ്ത് അവർ എംബ്രിയോ ട്രാൻസ്ഫർ ഒക്കെ നടത്തി അവർ ആ ഒരു രീതിയിലേക്കൊക്കെ പോകുന്നുണ്ട്. നമുക്ക് അത് നോക്കാവുന്നതാണ്. എരുമകളുണ്ട് നമുക്ക്, നമ്മുടെ സ്വന്തമായിട്ട് തന്നെ. നമുക്ക് മുറ എന്ന് പറയുന്ന ഒരു എരുമ, ഇതിന്റെ പോത്തുകൾ നമുക്ക് ഈ അടുത്ത കാലത്തായിട്ട് വളരെയധികം നമുക്ക് നമ്മുടെ നാട്ടിലൊക്കെ വളരെയധികം ഫേമസ് ആയി വരുന്നുണ്ട്. നമുക്കൊരു 15 ലിറ്റർ വരെയൊക്കെ കറവ കിട്ടാനായിട്ടൊരു ബുദ്ധിമുട്ടില്ലാത്ത ഒരു സാധനമാണ്. സൂരത്തി എന്ന് പറയുന്ന ഒരു എരുമയുണ്ട്. മെഹസാന എന്ന് പറയുന്ന മറ്റൊരു എരുമയാണ്. ജാഫറാബാദി, ഒരു വ്യത്യാസമുണ്ട്. ഏറ്റവും നല്ല പോത്ത്, ഏറ്റവും 1400 കിലോ വരെയൊക്കെ ഭാരം വരുന്ന പോത്തുകൾ ലഭ്യമാകുന്നത് ജാഫറാബാദിയാണ്. ഇതെല്ലാം തന്നെ ഒരു 12 ലിറ്റർ 8 ലിറ്റർ മുതൽ 12 ലിറ്റർ വരെയൊക്കെ കറവ തരുന്ന
പാലുൽപാദനം തരുന്ന ഇനങ്ങളാണ്. എരുമപ്പാലിന് ഏതായാലും കൊഴുപ്പ് കൂടുതലുള്ളതുകൊണ്ട് ഈ പറഞ്ഞ പോലെ ചായക്കടയ്ക്കൊക്കെ കുറച്ചും കൂടെ കൂടുതൽ താല്പര്യം എരുമപ്പാല് വാങ്ങുന്നതിനായിരിക്കും. നീലി രവി എന്ന് പറയുന്ന ഒരു ഇനമുണ്ട്. അതിന് ഈ വെള്ള നിറം 5 സ്ഥലങ്ങളിൽ വെള്ള നിറം ഉള്ളതുകൊണ്ട് പഞ്ചകല്യാണി എന്ന് വിളിക്കും. പഞ്ചകല്യാണി സോക്സ് ഇട്ട പോലെയാണ്, വാല് വെള്ളയാണ്, കീഴ്ത്താടി വെള്ളയാണ്, തലയുടെ മോൾഭാഗം വെള്ളയാണ്. അങ്ങനെ പല സ്ഥലങ്ങളിൽ വെള്ള നിറമുള്ള ഒരു ഇനമാണ് ഈ നീലി രവി എന്ന് പറയുന്ന പഞ്ചകല്യാണി എന്ന് വിളിക്കുന്ന സാധനം. അത് നമുക്കപ്പം ഇതിനകത്തൊക്കെ തന്നെ നമ്മള് ഇപ്പം ഈ എരുമയാണെങ്കിൽ എരുമ പലപ്പോഴും നമ്മുടെ ഈ പല ഇതിനകത്തും ഗവൺമെന്റ് സ്കീമുകളിലും 8 പശു 2 എരുമ എന്നുള്ളൊരു നിലയിലൊക്കെ തന്നെ നമ്മള് പലപ്പോഴും ഈ പാലിലെ കൊഴുപ്പ്, അതായത് HF പശു എന്ന് പറയുമ്പോൾ അതിനകത്ത് പാലിൽ കൊഴുപ്പ് കുറവായിരിക്കും, 3% താഴെ ആയിരിക്കും. അതേസമയം എരുമകൾക്ക് 7% മേൽപോട്ട് പാലിൽ കൊഴുപ്പുള്ളതുകൊണ്ട് ഈ പശു 8 എണ്ണവും 2 എരുമയും എന്നുള്ളൊരു നിലയിലേക്ക് നമുക്കൊരു 3.5% 4% ആവറേജിൽ കൊഴുപ്പുള്ള പാല് നമുക്ക് സൊസൈറ്റിയിലൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് ഗവൺമെന്റ് പലപ്പോഴും അങ്ങനെ പറയാറുണ്ട്. മുറ നമുക്ക് പ്രധാനപ്പെട്ട ഒരു ഇനമാണ്. മുറ ചുരുളി എന്നും കൂടെ പറയും. ചുരുളി എന്നാണ് ഇതിനെ പറയുക. കാരണം അതിന്റെ കൊമ്പ് അകത്തോട്ട് ചുരുണ്ടിരിക്കുന്നതുകൊണ്ട് ചുരുളി എരുമ എന്നും കൂടെ പറയാറുണ്ട് ഇതിന്. മുറ നമ്മുടെ നാട്ടിൽ തന്നെ നമുക്ക് ഉള്ള എരുമകളെല്ലാം തന്നെ 50% 75% മുറയുടെ തന്നെ സങ്കര ഇനങ്ങളാണ്. കാരണം നമ്മള് ഇപ്പൊ ഒരു കഴിഞ്ഞ ഒരു 10, 35, 40 വർഷമായിട്ട് എരുമയുടെ ബീജം നമ്മൾ മൃഗാശുപത്രികളുടെ കൂടെ കുത്തിവെക്കുന്നത് എല്ലാം തന്നെ മുറ പോത്തിന്റെ ബീജമാണ് നമ്മൾ മൃഗാശുപത്രികളുടെ കൂടെ നമ്മുടെ എരുമകൾക്ക് കുത്തിവെക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇന്ന് കേരളത്തിലുള്ള മിക്ക എരുമകളും 50% അല്ലെങ്കിൽ 75% മുറയുടെ തന്നെ ക്രോസുകളാണ്. അതുകൊണ്ട് നമുക്ക് തീർത്തും ആ ഒരു കാര്യത്തിൽ പേടിക്കുന്നത്. ഇതൊരു ചെറിയ എരുമകളാണ്. അതായത് കൂടുതലും നമ്മുടെ ഈ ഗുജറാത്തിലൊക്കെ സൂരത്ത് ഭാഗത്തുള്ളതാണ് 12 ലിറ്റർ വരെ പാല് തരുന്ന ഈ നമ്മുടെ ഈ അമുൽ എന്നൊക്കെ പറയുന്ന ഉള്ള ആ ഒരു കാര്യം, ഇതിന്റെയൊക്കെ പുറകിൽ ചാലകശക്തിയായിട്ട് പ്രവർത്തിച്ച എരുമകളാണ്. അമുലിന്റെ വിജയത്തിന്റെ പുറകിൽ ഉള്ള ചാലകശക്തി. കാരണം ഇത് ചെറിയ എരുമകളായതുകൊണ്ട് സ്ത്രീകൾക്കൊക്കെ വളരെയധികം സുഖമായിട്ട് കൊണ്ടു നടക്കാൻ പറ്റുകയും മനുഷ്യരോട് കൂടുതൽ ഇണങ്ങുന്ന എരുമകൾ കൂടിയാണ് സുഹൃത്തി എരുമകൾ. അപ്പം അത് നമുക്ക് വേണമെങ്കിൽ ചിന്തിക്കാവുന്ന ഒരു സാധനമാണ്. ഇതൊക്കെയാണ് ഇനങ്ങളെ കുറിച്ച് പറയാനുള്ളത്. ഇനി ഞങ്ങളുടെ ഈ മേഖല എന്ന് പറയുന്നത്, ഞങ്ങളുടെ ഈ മേഖലയുടെ പ്രശ്നം എന്ന് പറയുന്നത്, ഇതൊരു ബോസ് ആയിട്ട് നിന്ന് കൽപ്പിച്ച് ആളുകളെ കൊണ്ട് പണിയെടുപ്പിക്കാൻ പറ്റുന്ന ഒരു മേഖലയല്ല. നിങ്ങളും കൂടെ ഇറങ്ങി ലീഡറായിട്ട് നിന്നുകൊണ്ട് നിങ്ങൾക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുവാണെങ്കിൽ നിങ്ങൾക്ക് വിജയിക്കാൻ പറ്റുന്ന ഒരു മേഖലയാണ്. കാരണം ഇതിനകത്ത് നിങ്ങൾ ഈ പറഞ്ഞ പോലെ ബോസ് ആയിട്ട് നിന്ന് കുറെ നോർത്ത് ഇന്ത്യക്കാരെ കൊണ്ടുവന്ന് അവരോട് കൽപ്പിച്ച് മാത്രം ചെയ്തു കഴിഞ്ഞാൽ അവരൊരു ദീപാവലിക്ക് അവരവരുടെ നാട്ടിൽ പോവുകയും നിങ്ങൾ പിന്നെ അവസാനം നിങ്ങൾക്ക് കറവയന്ത്രം ഉണ്ടായിട്ട് കാര്യമില്ല. കാരണം കറവയന്ത്രവും പശുവിനകത്ത് ഫിറ്റ് ചെയ്യാൻ പോലും അറിയില്ല. ഇത് കണ്ടില്ലേ, നോർത്ത് ഇന്ത്യക്കാരാണ് ഇപ്പം മുഴുവനും നേപ്പാളിൽ നിന്നും ഉത്തർപ്രദേശിൽ നിന്നും കൽക്കട്ടയിൽ നിന്നും ആസാമിൽ നിന്നൊക്കെ വരുന്ന ചെറുപ്പക്കാരാണ് ഇന്ന് ഇത് മുഴുവനും നമ്മുടെ ഷെഡുകളിൽ മുഴുവനും ജോലിക്ക് നിൽക്കുന്നത്. അവർക്ക് കറവയന്ത്രത്തെ കുറിച്ചും അവരിതെല്ലാം പഠിച്ചു വെച്ചിട്ട് അവര് ദീപാവലിക്ക് ഒരു പോക്ക് പോയി കഴിയുമ്പോൾ കറവയന്ത്രം ഉണ്ട്, പക്ഷെ എങ്ങനെ അഗ്രയിലോട്ട് ഫിറ്റ് ചെയ്യാനായിട്ട് അറിയാൻ വയ്യാത്ത ഒരു ഉടമസ്ഥനാണ് നമ്മളെങ്കിൽ നമ്മുടെ കാര്യം ചിലപ്പോൾ ഈ ഒരു കാര്യത്തിൽ ചിലപ്പോൾ നമുക്ക് പാളിപ്പോകാനുള്ള സാധ്യതയുണ്ട്. കന്നുകുട്ടികൾക്ക് അളന്നാണ് പാല് കൊടുക്കേണ്ടത്. അപ്പം നമുക്ക് ഈ പറഞ്ഞ പോലെ ശരീരഭാരത്തിന് അനുസരിച്ച് 10-1 ഭാഗം, അതായത് ഏകദേശം ആദ്യത്തെ 3 മാസം മാത്രം പാല് കൊടുത്താൽ മതി. അതൊരു 3 ലിറ്റർ ശരാശരിയായിട്ട് നമുക്ക് കൊടുക്കാൻ സാധിക്കുകയാണെങ്കിൽ, രാവിലെ 1.5 ലിറ്ററും വൈകുന്നേരം 1.5 ലിറ്ററും ആയിട്ട് കൊടുക്കാൻ സാധിക്കുകയാണെങ്കിൽ ആദ്യത്തെ ഒരു 90 ദിവസം കൊടുത്താൽ മതിയാവും. അത് കൊടുക്കാൻ സാധിക്കുകയാണെങ്കിൽ അത് മതി. ഈ നമ്മളെ കുട്ടികളെ തള്ളയിൽ നിന്ന് മാറ്റി വളർത്തുന്നതാണ് എപ്പോഴും നല്ലത്. അപ്പൊ നമുക്ക് കൃത്യമായിട്ട് നമുക്ക് കുട്ടികൾക്ക് കൊടുക്കേണ്ടത് അളന്ന് കൊടുക്കുകയും ചെയ്യാം. ബാക്കിയുള്ളത് കട്ട് കുടിക്കത്തില്ല, അല്ലെങ്കിൽ നമ്മുടെ ശ്രദ്ധ മാറിപ്പോകുമ്പോഴത്തേക്ക് കുട്ടി വന്ന് കുടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പം നമുക്ക് വിപണിയിലേക്ക് കൊടുക്കാനായിട്ട് നമുക്ക് പാലുണ്ടാവാതെ വരുന്ന ഒരു അവസ്ഥയൊക്കെ ഉണ്ടാവാം. അപ്പൊ അതുകൊണ്ട് കുട്ടികളെ മാറ്റി പാർപ്പിക്കുന്ന ഒരു രീതി, വീനിങ് എന്നാണ് പറയുക, അത് നമ്മൾ കൃത്യമായിട്ട് പാലിക്കുന്നത് നല്ലതാണ്. കുട്ടികളെ മാറ്റി പാർപ്പിക്കുക എന്നുള്ളൊരു നിലയിൽ. അപ്പം അതുപോലെ തന്നെ കുട്ടികളുടെ കാര്യത്തിനകത്ത് കുട്ടികൾ ഉണ്ടായി വരുമ്പം അവരുടെ കുട്ടികളും അമ്മയും തമ്മിലുള്ള ബന്ധം എന്ന് പറയുന്നത് പൊക്കിൾക്കൊടി ബന്ധമാണ്. ആ പൊക്കിൾക്കൊടിയിൽ കൂടെ അണുപ്രവേശനം നടക്കാനുള്ള സാധ്യതയുണ്ട്. രോഗാണുക്കൾക്ക് പ്രവേശിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ അണുനശീകരണം നമ്മൾ പൊക്കിൾക്കൊടിയുടെ നടത്തുന്നത് വളരെ അത്യാവശ്യമുള്ള ഒരു കാര്യമാണ്. അതുപോലെ പശുക്കുട്ടിക്ക് പാല് കുടിക്കാനുള്ള നിരവധി പാത്രങ്ങളൊക്കെ ഇന്ന് ലഭ്യമാണ്. അത് പറയുന്നേ ഉള്ളൂ. നമുക്ക് അതുപോലെ തന്നെ നമുക്ക് തീറ്റകൾ, നമുക്ക് ഇപ്പം പറഞ്ഞ പോലെ കന്നുകുട്ടിക്ക് കൊടുക്കാനുള്ള ആദ്യത്തെ 6 മാസം കൊടുക്കാനുള്ള തീറ്റകളൊക്കെ ഇഷ്ടം പോലെ നമുക്ക് പല പേരുകളിൽ കിട്ടാനുണ്ട്. നമ്മുടെ ഉദ്ദേശം 12 മാസത്തിൽ ആദ്യത്തെ മതി കാണിക്കുന്നു. 15 മാസം അല്ലെങ്കിൽ 18 മാസത്തിനുള്ളിൽ നമുക്ക് ചെനയ്ക്ക് കുത്തിവെക്കാൻ സാധിക്കണം. അതിന് ആ ഒരു സമയത്തേക്ക് നമുക്ക് ഒരു 280 കിലോ 320 കിലോ ഭാരം നമുക്ക് എത്തിക്കണം എന്നുള്ളതാണ്. അല്ലെങ്കിൽ 115 തൊട്ട് 120 സെന്റിമീറ്റർ ഹൈറ്റ്, പുറകുവശത്ത് 115 മുതൽ 120 സെന്റിമീറ്റർ ഹൈറ്റിലേക്ക് നമുക്ക് പശുക്കുട്ടിയെ എത്തിക്കണം എന്നുള്ളതാണ്. നമ്മുടെ 2 കാര്യങ്ങളാണ് നമ്മൾ നോക്കുന്നത്. ഒന്ന് ഭാരവും, ഒന്ന് ഹൈറ്റും. ഈ 2 കാര്യങ്ങളും കൂടെ നമുക്ക് ചെയ്തു കഴിഞ്ഞാൽ
നമുക്ക് 2 വയസ്സൊക്കെ ആകുമ്പോഴത്തേക്ക് ആദ്യത്തെ പ്രസവം ലഭിക്കുന്നു എന്നുള്ളതാണ്. പിന്നീട് നമുക്ക് 80 ദിവസം കഴിഞ്ഞിട്ടുള്ള പ്രസവാനന്തര മതി, അതായത് ഒരു മതി വിട്ട് രണ്ടാമത്തെ മതിയിൽ തന്നെ നമുക്ക് കുത്തിവെക്കാനായിട്ട് സാധിക്കണം എന്നുള്ള നിലയിലാണ് നമുക്ക് ഒരു ഉദ്ദേശിക്കുന്നത് എന്ന് പറയുന്നത്. ഇതാണ് നമ്മൾ ഈ കുത്തിവെക്കുന്നത്, ചെനയ്ക്ക് കുത്തിവെക്കുന്നത് രാവിലെ കാണിക്കുന്ന മതിക്ക് വൈകുന്നേരം കാണിക്കുന്ന മതിക്ക് പിറ്റേ ദിവസം രാവിലെയാണ് നമ്മൾ ചെയ്യുന്നത്. അത് കൃത്യമായിട്ടും അത് മൃഗാശുപത്രിയിൽ നിന്ന് ബീജം കൊണ്ടുവന്ന് കുത്തിവെക്കുകയാണ്. അപ്പൊ അത് അണ്ടവുമായിട്ട് പിടിക്കണമെങ്കിൽ കൃത്യസമയത്ത് തന്നെ ചെയ്താൽ മാത്രമേ ബീജവും അണ്ടവും തമ്മിലുള്ള ഇതുണ്ടാവുന്നുള്ളൂ, അത് കുട്ടിയായിട്ട് മാറുന്നുള്ളൂ, അല്ലെങ്കിൽ ഒരു ഭ്രൂണമായിട്ട് മാറുന്നുള്ളൂ എന്നുള്ളതാണ്. അപ്പൊ സമയം തെറ്റി നമ്മൾ കുത്തിവെച്ച് കഴിഞ്ഞാൽ നമുക്ക് 21 ദിവസം കഴിഞ്ഞ് പിന്നെയും ഇത് തന്നെ ചെയ്യേണ്ടി വരും. അപ്പൊ ഇത് കൃത്യമായി നമുക്ക് ചെയ്ത് പോകാനായിട്ട് നമുക്ക് സാധിക്കണം എന്നുള്ളതാണ്. നമ്മള് കുത്തിവെച്ച് കഴിഞ്ഞിട്ട് പിന്നെ മതിലക്ഷണം കാണിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ 2 മാസം കഴിഞ്ഞ് അല്ലെങ്കിൽ 3 മാസം 2 മാസം കഴിയുമ്പോൾ തന്നെ നമുക്കതൊന്ന് ഗർഭം പരിശോധിച്ച് നോക്കാവുന്നതാണ്. അപ്പോൾ ചെറിയൊരു രീതിയിൽ നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കും, അത് നമുക്ക് ഗർഭം ഉണ്ടോ എന്നുള്ളത് ഉറപ്പിക്കാനും സാധിക്കും. ഇപ്പം ചിലപ്പോൾ വെറും പഴുപ്പ് വല്ലതും യോനിക്കകത്ത് കയറിയത് കൊണ്ടോ അല്ലെങ്കിൽ ഗർഭപാത്രത്തിൽ കയറിയത് കൊണ്ടോ ആയിരിക്കാം മതിലക്ഷണം കാണിക്കാതിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അതിന് ചികിത്സിക്കാനും നമുക്ക് അപ്പോൾ ആ സമയത്ത് സാധിക്കും എന്നുള്ളതാണ്. പശു പ്രസവിക്കുന്നത് നിങ്ങൾ കണ്ടു കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുപോലെ നമുക്ക് ബലൂൺ പൊട്ടി ആണ് നമുക്ക് 2 സഞ്ചികൾ. അപ്പൊ ഇങ്ങനെയാണ് സാധാരണ പ്രസവം നടക്കുന്നത്. പക്ഷെ പലപ്പോഴും പശു പ്രസവിക്കാനായിട്ട് ബുദ്ധിമുട്ട് കാണിക്കുമ്പോൾ അത് തല തിരിഞ്ഞൊക്കെ ആയിരിക്കും കിടക്കുന്നത്, പിണഞ്ഞടിക്കും കിടക്കുന്നത്. അപ്പം പശു പ്രസവിക്കാനായിട്ട് ഒരു സഞ്ചിയൊക്കെ പൊട്ടി കഴിഞ്ഞിട്ടും ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ 1 മണിക്കൂർ കഴിഞ്ഞിട്ടൊന്നും പ്രസവം നടക്കുന്നില്ല, നമുക്ക് ഡോക്ടറെ വിളിച്ച് കാണിക്കുന്നത് നല്ലതായിരിക്കും. മറുപിള്ള വീഴാതിരിക്കുന്ന ഒരു അവസരം സാധാരണ കാണാറുണ്ട്. അങ്ങനെയെങ്കിൽ ഒരു കാൽസ്യത്തിന്റെ അതിനോടൊപ്പം തന്നെ ഒരു കാൽസ്യത്തിന്റെ സിറപ്പും അതുപോലെ തന്നെ കൊടുക്കുന്നത് നല്ലതാണ്. ഇത് മറുപിള്ള എടുത്ത് കളയുന്നത് നല്ലതായിരിക്കും. അതുപോലെ പ്രൊലാപ്സ് നടക്കുവാണെങ്കിൽ പ്രൊലാപ്സും നമുക്ക് അവോയ്ഡ് ചെയ്യാവുന്ന ഒരു കാര്യമാണ്. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ നമുക്ക് അവോയ്ഡ് ചെയ്യാനായിട്ട് നമുക്ക് ഏറ്റവും കൂടുതലായിട്ട് വേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മുടെ ഒരു പശുവിനെ സംബന്ധിച്ചിടത്തോളം പശുവിന് നമുക്ക് വേണ്ടത് ഒരു ഇൻഷുറൻസ് എടുക്കണം എന്നുള്ളതാണ്. നമുക്ക് അടുപ്പിച്ചൊരു 3 വർഷത്തേക്ക് ഒരുമിച്ച് നമുക്കൊരു ഇൻഷുറൻസ് എടുക്കാൻ സാധിക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലതാണ്. നമ്മൾ ഈ പറഞ്ഞ പോലെ 1 കൊല്ലത്തേക്ക് മാത്രമായിട്ടുള്ള ഇൻഷുറൻസ് എടുക്കുന്നതിന് പകരം നമ്മൾ പശു വളർത്തൽ മേഖലയിൽ നിൽക്കുകയാണെങ്കിൽ ഒരു 3 വർഷത്തേക്ക് ഒരുമിച്ച് എടുക്കാൻ സാധിക്കുന്നതാണെങ്കിൽ നിങ്ങൾക്ക് പ്രീമിയവും കുറയും. അതോടൊപ്പം തന്നെ നമുക്ക് ഈ പറഞ്ഞ പോലെ ഗതികേട് എപ്പോഴാണ് വരുന്നത് നമുക്ക് പറയാൻ സാധിക്കാത്തൊരു അവസ്ഥയുണ്ട്. അപ്പൊ അത് നമുക്ക് മാറ്റിവെക്കുകയും ചെയ്യണം എന്നുള്ള നിലയാണ്. അപ്പൊ അത് നോക്കണം. ഇനി അടുത്തത് നമുക്ക് വേറൊരു സാഹചര്യം ഉണ്ടാകുന്നത്, നമുക്ക് ഈ പറഞ്ഞ പോലെ തന്നെ അബോർഷൻ ഉണ്ടായി പോകുന്നുണ്ട്. അബോർഷൻ ഉണ്ടായി പോവുക എന്ന് പറയുന്നത് കുട്ടികൾ ചിലപ്പോ നമുക്ക് ഈ നഷ്ടപ്പെട്ടു പോകുന്ന കാര്യം ഉണ്ടാവും. അപ്പൊ അത് നമുക്ക് ഒഴിവാക്കാനായിട്ട് നമുക്ക് സാധിക്കണം. ഈ പറഞ്ഞ പോലെ ഏർലി എംബ്രിയോണിക് ഡെത്ത് എന്നാണ് നമ്മൾ ഇതിന് പറയുന്നത്. ഏർലി എംബ്രിയോണിക് ഡെത്ത് എന്ന് നമ്മൾ പറയുന്നത് നമുക്ക് ഫോൺ ഒന്നുകൂടി സൈലന്റ്. ഇപ്പൊ നമ്മള് ഈ പറഞ്ഞ പോലെ നമുക്ക് ഒരു പശു നമ്മള് മതിലക്ഷണം കാണിച്ചു, നമ്മൾ കുത്തിവെച്ചു. അത് കഴിഞ്ഞിട്ട് അതിന് ചെന പിടിച്ചിട്ടില്ലെങ്കിൽ 21ാമത്തെ ദിവസം പിന്നെയും സ്വാഭാവികമായിട്ട് മതി വരേണ്ടതാണ്. അതിന് പകരം നമുക്ക് ഒരു വട്ടം നമ്മൾ കുത്തിവെച്ചു, അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു 38ാമത്തെ ദിവസമാണ് നമുക്ക് മതി വരുന്നതെങ്കിൽ ഇത് നമ്മുടെ പുരുഷ ബീജവും അണ്ടവും തമ്മിൽ ചേരുകയും ഭ്രൂണം ഉണ്ടാവുകയും, പക്ഷെ ഭ്രൂണം നമ്മുടെ കണ്ണുകൾക്ക് കാണുന്ന ആ ഒരു അവസ്ഥയിൽ തന്നെ തള്ളിപ്പോവുകയും പുറത്തോട്ട് പോവുകയും ചെയ്യുന്ന ഒരു അവസ്ഥയാണ് ഉണ്ടാകുന്നത്. അപ്പൊ നമുക്ക് ക്രമം തെറ്റിയുള്ള മതി അതാണ് നമ്മുടെ പശു കാണിക്കുന്നതെങ്കിൽ അതും ഈ പറഞ്ഞ പോലെ തന്നെ ഒരു വന്ധ്യതയുടെ ലക്ഷണമാണ്. അത് ഉണ്ടാവുന്നത് പലപ്പോഴും ചിലപ്പോൾ എന്തെങ്കിലും അസുഖമൊക്കെ ഉണ്ടാവുന്ന കാരണം കൊണ്ടായിരിക്കും. അതുകൊണ്ടാണ് നിങ്ങൾ ചെനയ്ക്ക് കുത്തിവെക്കുന്ന ഡേറ്റുകൾ കൃത്യമായിട്ട് കുറിച്ചിടണമെന്ന് പറയുന്നത്. ചെനയ്ക്ക് കുത്തിവെക്കുന്ന ഡേറ്റുകൾ കൃത്യമായിട്ട് നമുക്ക് കുറിച്ചിടാൻ പറ്റുകയാണെങ്കിൽ ഇങ്ങനെ ക്രമം തെറ്റിയുള്ള മതികൾ നമുക്ക് ഒഴിവാക്കാനായിട്ട് സാധിക്കും. അബോർഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് പശുക്കുട്ടിയെ തന്നെ കാണാനായിട്ട് സാധിക്കും എന്നുള്ള നിലയിലാണ്. അപ്പൊ ഇതിനെല്ലാം തന്നെ നമുക്ക് സഹായിക്കുന്നത് നമ്മൾ കൃത്യമായിട്ട് റെക്കോർഡുകൾ എഴുതി വെക്കണം. ബുക്കുകളാണെങ്കിൽ ബുക്കുകളിൽ, നമുക്ക് ബോർഡായിട്ടാണെങ്കിൽ ബോർഡായിട്ടൊക്കെ തന്നെ നമുക്ക് കൃത്യമായിട്ട് നമുക്കൊരു റെക്കോർഡുകൾ നമുക്ക് സൂക്ഷിച്ചു വെക്കാനായിട്ട് സാധിക്കണം എന്നുള്ള നിലയിലാണ് നമ്മൾ ഇത് പറയുന്നത്. അപ്പൊ അതൊന്ന് നോക്കാം. അതുപോലെ തന്നെ പുതിയൊരു കാര്യമാണ് നമുക്ക് നമ്മുടെ പശുവിനുള്ള അതിനുള്ള കംഫർട്ട് കൊടുക്കണം എന്നുള്ള നിലയിൽ 18 ഡിഗ്രി താഴെ വേണം, 24 ഡിഗ്രി കൂടുതലാവരുത് എന്നുള്ള നിലയിലാണ്. 18 ഡിഗ്രി താഴെയാണ് പശുവിന് ഏറ്റവും നല്ല ഒരു ടെമ്പറേച്ചർ എന്നാണ് പറയുന്നത്. 24 ഡിഗ്രി കൂടുതലായി കഴിഞ്ഞാൽ അത് എങ്ങനെയെങ്കിലും കുറയ്ക്കാനായിട്ട് നമുക്ക് സാധിക്കണം എന്നുള്ള നിലയിലാണ്. പശു പൊതുവെ വേർക്കില്ല. പശുവിന്റെ ശ്വാസോച്ഛ്വാസത്തിൽ കൂടെയാണ് പശുവിന്റെ ചൂട് പുറത്തേക്ക് പോകുന്നത്.
അതുകൊണ്ട് തന്നെ നമ്മൾ ഈ പറഞ്ഞ പോലെ ഈർപ്പം കൂടിയ ബാഹ്യ സാഹചര്യം ഇതിനെ ബുദ്ധിമുട്ടാക്കും. അതായത് നമ്മൾ ഈ പറഞ്ഞ പോലെ പലപ്പോഴും നമ്മൾ കാണാം, നമുക്ക് ഇങ്ങനെയൊക്കെ ഫാം മുഴുവൻ ആളുകൾ അടിച്ചു കഴുകുന്നത് കാണാം. ഇങ്ങനെ അടിച്ചു കഴുകുന്ന സമയത്ത് ഇതും നല്ല ചൂടുള്ള സമയമാണെങ്കിൽ ഇതിനകത്ത് ഈ വെള്ളം മുഴുവനും നീരാവിയായിട്ട് ഈ ഷെഡിനകത്ത് തന്നെ പെട്ടു നിൽക്കുകയാണ്. ഈ പശു വേർക്കാത്തത് കൊണ്ട് പശുവിന്റെ ശ്വാസത്തിൽ കൂടിയാണ് ഇതിന്റെ ചൂട് മുഴുവൻ പുറത്തേക്ക് തള്ളാനായിട്ട് പശു ശ്രമിക്കുന്നത്. ഈ നീരാവി പുറമേ നിൽക്കുകയാണെങ്കിൽ ഈ നീരാവിയിൽ കൂടെ തന്നെ ശ്വാസത്തിൽ കൂടെ പുറത്തോട്ട് തള്ളുന്ന ചൂട് പുറത്തേക്ക് പോവാതെ അവിടെ തന്നെ കെട്ടി നിൽക്കും. പശുവിന് വലിയ ബുദ്ധിമുട്ടായിരിക്കും. പശു പുഴുങ്ങുന്ന ഒരു അവസ്ഥയിലേക്ക് പോകും. അതുകൊണ്ട് കഴിയുന്നത് നമ്മൾ നല്ല ചൂടുള്ള സമയത്ത് പശുവിനെ കൂട്ടി നിർത്തി കുളിപ്പിക്കരുത്. പശുവിനെ കൂട്ടിൽ കുളിപ്പിക്കരുത്. പശുവിന്റെ കൂടും കഴുകരുത് എന്നുള്ള നിലയിലാണ് പറയുന്നത്. വടിച്ചെടുക്കുന്നത്, ചാണകം വടിച്ചെടുക്കുന്നതായിരിക്കും നല്ലത്. കഴുകി കളയുന്ന ഒരു പരിപാടിയിലേക്ക് നമുക്ക് പോവാതിരിക്കാനാണ് നല്ലതെന്നാണ് പുതിയ ശാസ്ത്രീയ കാര്യങ്ങൾ പറയുന്നത്. നമുക്ക് ചൂട് കുറയ്ക്കാനായിട്ട് വേണമെങ്കിൽ ചീകി കൊടുക്കാം. പശുവിന്റെ ശരീരം ഒന്ന് ചീകി കൊടുക്കുന്നതൊക്കെ നല്ലതാണ്. പക്ഷെ പൊതുവെ നമ്മൾ ഈ ഇങ്ങനെ വെള്ളം അടിച്ച് അതിനെ കുളിപ്പിക്കുന്ന ഒരു പരിപാടി, അത് കെട്ടി നിർത്തിക്കൊണ്ട് കുളിപ്പിക്കുന്ന പരിപാടി വളരെ തെറ്റാണ്. ഇപ്പൊ ചിത്രത്തിൽ കാണിക്കുന്നത് വളരെ തെറ്റായ ഒരു കാര്യമാണ് എന്നുള്ളതാണ് ഇപ്പോഴത്തെ ശാസ്ത്രം പറയുന്ന ഒരു കാര്യം. പശുവിന് നമ്മൾ വെള്ളം കൊടുക്കേണ്ട കാര്യം നമ്മൾ നേരത്തെ പറഞ്ഞു. അത്യാവശ്യം ഒരു 50 ലിറ്റർ വെള്ളമെങ്കിലും ഒരു ദിവസത്തിൽ പശുവിന് കൊടുക്കണം. ധാതു ലവണ മിശ്രിതങ്ങളൊക്കെ കൊടുക്കുന്നത് നല്ലതായിരിക്കും. നമുക്ക് ശരിക്കും പറഞ്ഞാല് ഈ പറഞ്ഞ പോലെ വരണ്ട പ്രതലത്തിൽ കിടക്കാനായിട്ടുള്ള ഒരു കാര്യമാണ് നമ്മൾ എപ്പോഴും ചെയ്തു കൊടുക്കേണ്ടത്. പശുവിന് അതുപോലെ തന്നെ വൃത്തിഹീനമായ നനഞ്ഞ പ്രതലത്തിൽ കിടന്നു കഴിഞ്ഞാൽ കുളമ്പിനൊക്കെ അസുഖം വരാനുള്ള ഒരു സാധ്യതയുണ്ട്. അതുകൊണ്ട് ഈ നനവ് കെട്ടി നിർത്തുന്ന ഒരു പരിപാടി നമുക്ക് തടയാനായിട്ട് സാധിക്കണം. പശുക്കൾക്ക് കിടക്കാനായിട്ട് നമുക്ക് നല്ലൊരു ഫാം എന്ന് പറയുമ്പോൾ ഒരു പശു ഒരു 8 മണിക്കൂർ മുതൽ 10 മണിക്കൂറെങ്കിലും കിടക്കണം എന്നുള്ളതാണ്. 12 മണിക്കൂർ വരെ കിടക്കുന്ന ഏറ്റവും നല്ലത്. ഞാൻ ഇവിടെ കാണിക്കുന്നുണ്ടല്ലോ, പറയുന്ന പോലെ ഒരു പശു 12 മണിക്കൂർ കിടക്കണം. 5 മണിക്കൂർ ഭക്ഷണം കഴിക്കണം. 3 മണിക്കൂർ കറവയും സംബന്ധമായ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടും 1.5 മണിക്കൂർ ഭക്ഷണം കഴിക്കാനും മറ്റ് പശുക്കളുമായിട്ട് ഇടപെടാൻ 1.5 മണിക്കൂർ. ഇതൊക്കെ ഒരു ശാസ്ത്രീയമായിട്ട് ആളുകൾ ഈ അടുത്ത കാലത്തായിട്ട് നടത്തിയ കുറച്ച് ഗവേഷണങ്ങളിൽ നിന്ന് കിട്ടിയിരിക്കുന്ന കാര്യങ്ങളാണ്. ഒരു പക്ഷെ നമുക്ക് ഇത്രയും പറയാം, ഈ പശു 12 മണിക്കൂറെങ്കിലും കിടക്കുന്ന ഇതാണ്. അതായത് നമ്മളെ കാണുമ്പോൾ പശു എഴുന്നേറ്റ് നിൽക്കുന്നുണ്ടെങ്കിൽ നമ്മളോടുള്ള ബഹുമാനം കൊണ്ടല്ല, പശുവിനെ ചെറിയൊരു ഡിസ്റ്റർബൻസിൽ പോലും പശുവിന് എഴുന്നേക്കേണ്ടി വരുന്ന ഗതികേട് കൊണ്ടാണ്. അതായത് പശുവിനെ സംബന്ധിച്ചിടത്തോളം പശു 12 മണിക്കൂർ കിടക്കാന്ന് പറയുന്നത് പശുവിന്റെ ഒരു അവകാശമാണ്. പശുവിനെ അങ്ങനെ കിടക്കേണ്ടതാണ്. നമ്മളൊന്ന് തൊഴുത്തേ പോകുന്നതുകൊണ്ട് ഈ വിശ്രമിക്കുന്ന ഒരു പശു എഴുന്നേക്കത്തില്ല. പശു അത്രത്തോളം ബുദ്ധിമുട്ടി നിൽക്കുന്ന ഒരു പശുവാണെങ്കിൽ മാത്രമാണ് എഴുന്നേക്കുന്നത്. പക്ഷെ നമ്മൾ പലപ്പോഴും നമ്മളോടുള്ള ബഹുമാനമാണെന്നാണ് അതിന് ചിന്തിച്ചു പോകുന്നത്. 12 മണിക്കൂറെങ്കിലും ഒരു പശു കിടക്കണം എന്നുള്ളൊരു നിലയിലാണ് ഇപ്പോഴത്തെ പുതിയ ഗവേഷണങ്ങളൊക്കെ പറയുന്നത്. അപ്പൊ അത് ഒരു കാര്യം ഒന്ന് പറഞ്ഞു തന്നേയുള്ളൂ. നമുക്ക് കഴിയുന്നതും നല്ല ഒരു രീതിയിലുള്ള ചെറിയ ചെലവിൽ നല്ല കൂട് പണിയാനായിട്ട് സാധിക്കണം. പശുക്കൾ തമ്മിൽ ഈ പറഞ്ഞ പോലെ തന്നെ ഒരു ഇത് പശുവിന്റെ 2/1 ഭാഗം കഴിയുമ്പോഴത്തേക്ക്, നീളം കഴിയുമ്പോഴത്തേക്ക് ഒരു ചെറിയൊരു ഇത് വെച്ച് കഴിഞ്ഞാൽ പശു ചെരിഞ്ഞ് ചാണകത്തിലിരിക്കുന്നതൊക്കെ നമുക്ക് ഒഴിവാക്കാനായിട്ട് സാധിക്കും. പശുവിന് നേരത്തെ ഞാൻ പറഞ്ഞ പോലെ വെള്ളം കുടിക്കാനായിട്ടുള്ള സൗകര്യങ്ങൾ നമുക്ക് തൊഴുത്തിൽ തന്നെ ഈ ചെടിച്ചട്ടിയൊക്കെ വെച്ചിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ചെടിച്ചട്ടിയൊക്കെ വെച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ ഈ നമ്മുടെ ഇത് പെട്രോളല്ല പെയിന്റിന്റെ ഡിസ്റ്റംബറിന്റെ ഒക്കെ ടിന്ന് വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ സാധിക്കും. അപ്പൊ ചെറിയ രീതിയിൽ ചെറിയ കോസ്റ്റിൽ നമുക്ക് എങ്ങനെ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. ഒരു റബ്ബർ മെത്ത അത് നമുക്ക് ചെയ്യാൻ സാധിക്കുന്നത് നല്ലതാണ്. ഈ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ഈ കൂട് പണിയുമ്പോൾ തന്നെ ആ വെള്ളം കുടിക്കാനുള്ള സൗകര്യം കൂടെ ചെയ്തു പോവുകയാണെങ്കിൽ വളരെ നല്ലതാണ്. കാരണം ഇപ്പൊ ചിത്രത്തിൽ കാണുന്ന പോലെ പല ചിത്രങ്ങളിലും നിങ്ങൾക്ക് എല്ലാത്തിനകത്തും തന്നെ പശുവിന് വെള്ളം എത്രത്തോളം കുടിക്കാൻ സാധിക്കുമോ അത്രയും കുടിക്കാനായിട്ട് കൊടുക്കാൻ സാധിക്കണം എന്നുള്ളതാണ്. ഈ റബ്ബർ മെത്ത നമ്മൾ വെക്കുന്നത് നല്ലതാണ്. റബ്ബർ മെത്ത കാലിനൊക്കെ തന്നെ പ്രത്യേകിച്ചും ബുദ്ധിമുട്ടുണ്ടാവുമ്പം അത് വെക്കുന്നത് നല്ലതാണ്. ഇതുപോലത്തെ റൂഫ് നല്ലതായിരിക്കാം. അതായത് ചൂട് പുറത്തേക്ക് പോകാനായിട്ട് കുറേ കൂടെ സഹായിക്കും. ഒരു 2 റൂഫായിട്ട് ഇതിന് ഡബിൾ മോണിറ്റർ എന്ന് പറയുന്ന സിസ്റ്റമാണ്. ഈ ഒരു രീതിയിൽ പണിയുന്നതായിരിക്കും കുറേ കൂടെ ഉചിതം. പശുക്കളെ അഴിച്ചു വിട്ട് വളർത്തുന്ന രീതിയിലേക്കൊക്കെ നമ്മളിപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. സ്ഥലം ഉള്ളവർക്കേ ഇത് സാധിക്കുകയുള്ളൂ. നമുക്ക് 50 സ്ക്വയർ മീറ്റർ വേണം ഒരു പശുവിന് എന്നുള്ളൊരു നിലയിലാണ്. പല ഫാമുകളും ഇന്ന് കേരളത്തിൽ ഇങ്ങനെ വളർത്തുന്നവരുമുണ്ട്. അഴിച്ചുവിട്ട് വളർത്തുന്ന ഒരു രീതിയിലേക്ക്, അതായത് പശു സ്വന്തമായിട്ട് സ്വന്തം ഇഷ്ടത്തിൽ നടക്കട്ടെ എന്നുള്ളൊരു നിലയിൽ വളരുന്ന കുറെ ഫാമുകൾ നമുക്ക് ഇന്നുണ്ട്. ഇതെല്ലാം തന്നെ ആ ഹൈടെക് രീതിയിൽ, അതായത് കറവ യന്ത്രം ഒരു സ്ഥലത്ത് ഒരു കെട്ടിടത്തിലുണ്ടാവും. പശുക്കൾക്ക് കറക്കാനുള്ള സമയമാകുമ്പോൾ അവർ ലൈനിൽ നിന്ന് അവര് കറക്കാനായിട്ട് നിന്നിട്ട് അവർ കറവ കഴിയുമ്പോൾ തിരിച്ചു വന്നിട്ട് നിൽക്കുന്ന ഒരു അവസ്ഥയിലേക്കുള്ള പരിപാടിയാണ്. ഈ ഇപ്പൊ ഷീറ്റിന് അകത്ത് ഒരു ചെറിയ സ്പോഞ്ച് പോലത്തെ സാധനം കൂടെ ചൂട് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഉള്ള രീതിയിലുള്ള ഷീറ്റുകൾ വരുന്നുണ്ട്. അപ്പൊ നമുക്ക് കറവ ഇത് നമ്മൾക്ക് ആ ഒരു രീതിയിലുള്ള ഷീറ്റ് വെച്ചിട്ട് നമുക്ക് മേയാം. ഇല്ലെങ്കിൽ നമുക്ക് ഓല അകത്തൊരു ഫോൾ സീലിംഗ് ആയിട്ട് ഒരു ഓല ഇട്ട് മേഞ്ഞാലും നമുക്ക് ചൂട് കുറയ്ക്കാനായിട്ട് സാധിക്കും. ഇപ്പം പല രീതിയിൽ നമുക്ക് ചെയ്യാവുന്നതാണ്. ഇത് കറവ നടത്തുന്ന ആ റൂം ഇങ്ങോട്ടാണ് പശുക്കള് തന്നെ വന്ന് കറവയുടെ സമയമാകുമ്പോഴത്തേക്ക് തന്നെ നടന്നു വന്ന്
കറന്നിട്ട് തിരിച്ചു പോകുന്ന ഒരു അവസ്ഥയാണ് നമുക്ക്. ആ പോകുന്ന ലൈനിൽ പോകുന്ന സമയത്ത് തന്നെ പശുക്കൾക്ക് മറ്റെന്തെങ്കിലും അസുഖങ്ങളുണ്ടോന്നോ, പശുക്കളുടെ ഇത് ഈ പറഞ്ഞ പോലെ പശുക്കള് ചെവിയിൽ ഒരു മീറ്റർ പോലത്തെ ഒരു സാധനം ഉണ്ടെങ്കിൽ പശുക്കൾ എത്രത്തോളം നടക്കുന്നു എന്നുള്ളതിന്റെ ഒരു അളവ് കിട്ടിക്കഴിഞ്ഞാൽ തന്നെ പശുവിന് മതിലക്ഷണം ഉണ്ടോ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. കാരണം ഒരു മതിയുള്ള പശു കൂടുതൽ നടക്കും. അത് എപ്പോഴും ഇപ്പം ബാക്കിയുള്ള ഒരു ആവറേജ് റീഡിംഗ് ഉണ്ടെങ്കിൽ അതിനേക്കാളും കൂടുതൽ നടന്നിട്ടുണ്ടെങ്കിൽ അത് തന്നെ നമുക്ക് വേണമെങ്കിൽ ഒരു പശുവിന് അന്നത്തെ ദിവസം മതി ഉണ്ടെന്നുള്ളതിന്റെ ഒരു സംശയത്തിലേക്ക് നമുക്ക് നോക്കാം. അപ്പൊ അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളുണ്ട്. പശുവിന് ചെറിയ രീതിയിലൊക്കെ തന്നെ നമുക്ക് ചില സുഖങ്ങൾ കൊടുക്കാനായിട്ടുള്ള മെഷീനുകളൊക്കെ നമുക്ക് ഇന്ന് ലഭ്യമാണ്. ചീകി കൊടുക്കുന്നത് വളരെ നല്ലതാണ്. ഈ കഴുകുന്നതിനേക്കാളും നല്ലത് താഴോട്ട്, മുകളിൽ നിന്ന് താഴോട്ട് ചീകാൻ പറ്റുകയാണെങ്കിൽ വളരെ നല്ല രീതിയിലുള്ള ഒരു കാര്യമാണ്. നമുക്ക് കാലിത്തീറ്റ നമുക്ക് എത്രയും വില കുറച്ച് ഉൽപ്പാദിപ്പിക്കാൻ പറ്റുമോ ആ ഒരു കാര്യം നമുക്ക് ശ്രദ്ധിക്കേണ്ടതാണ്. വിര ഇളക്കേണ്ടത് സമയാസമയങ്ങളിൽ വിര ഇളക്കുന്നതാണ്. പലതരം വിരകളുണ്ട്. ഉരുളൻ വിരയുണ്ട്, നാടവരയുണ്ട്, പണ്ടപ്പുഴുണ്ട്. അപ്പൊ നമുക്ക് ഏത് വിരയാണ് നമ്മുടെ ഭാഗത്തുള്ളത് എന്നുള്ളത് അറിഞ്ഞു വേണം നമുക്ക് വിരമരുന്ന് കൊടുക്കാനായിട്ട്. മൃഗാശുപത്രിയിൽ പോയി ചാണകം പരിശോധിച്ചിട്ട് വേണം നിങ്ങൾ ഏത് വിരയ്ക്കാണ് മരുന്ന് കൊടുക്കേണ്ടത് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അതുപോലെ തന്നെ കാലിത്തീറ്റ നമുക്ക് ധാന്യങ്ങള്, അതുപോലെ തന്നെ ധാന്യങ്ങൾ പലതുണ്ട്. ഈ പറഞ്ഞ ഏറ്റവും വില കുറഞ്ഞ് കിട്ടുന്നത് ഈ കമ്പെന്ന് പറയുന്ന ഈ ധാന്യമാണ്. അതുപോലെ തന്നെ ജോവർ എന്ന് പറയുന്ന ഈ ധാന്യം. ഇതിനകത്ത് ചുമന്ന ജോവർ മേടിക്കരുത്, വെളുത്ത ജോവറേ മേടിക്കാവുള്ളൂ. അപ്പൊ ധാന്യങ്ങൾ ഏകദേശം ഒരു 35 കിലോയും, അതുപോലെ തന്നെ തവിട് ഒരു 35 കിലോ, 35 70 ആയില്ലേ. പിന്നെ ഒരു ഏതെങ്കിലും ഒരു പിണ്ണാക്ക്, അത് തേങ്ങാ പിണ്ണാക്കാവാം, പരുത്തിക്കുരി പിണ്ണാക്കാവും, അതൊരു 30 കിലോ. അങ്ങനെ 35 കിലോയിൽ മിക്സ് ചെയ്യുമ്പോൾ നമുക്ക് ഏകദേശം വിപണിയിലുള്ള കാലിത്തീറ്റകളോടൊക്കെ കിടപിടിക്കുന്ന രീതിയിൽ സ്വന്തമായിട്ട് തന്നെ നമുക്ക് വേണമെങ്കിൽ തീറ്റ ഉൽപ്പാദിപ്പിക്കാവുന്ന പല സൂര്യകാന്തിയുടെ പിണ്ണാക്കാണിത്. അപ്പൊ പിണ്ണാക്കുകൾ 30 കിലോ, 35 കിലോ തവിട്, 35 കിലോ ധാന്യങ്ങൾ, അത് മിക്സ് ചെയ്തിട്ടൊക്കെ ചെയ്യുന്നവരുണ്ട്. വിപണിയിൽ നിന്ന് തന്നെ നമുക്ക് വേണമെങ്കിൽ ഇഷ്ടം പോലെ കാലിത്തീറ്റകൾ ലഭ്യമാണ്. അവരും ചെയ്യുന്നത് ഇതൊക്കെ തന്നെയാണ് ചെയ്യുന്നത്. അവര് ഈ പറഞ്ഞ പോലെ വലിയ വലിയ ടാങ്കുകളിൽ കാലിത്തീറ്റയുടെ ഓരോ സാധനങ്ങൾ, ഇപ്പൊ ധാന്യങ്ങളാണെങ്കിൽ ധാന്യങ്ങൾ ഒരു ടാങ്കിനകത്ത് പിണ്ണാക്ക്, ഒരു ടാങ്കിനകത്ത് തവിട്, എന്നിട്ട് ഒരു സ്വിച്ച് അമർത്തുമ്പോൾ മില്ലിനകത്തോട് ഈ ടാങ്കുകളിൽ നിന്നൊക്കെ ഉള്ള സാധനങ്ങൾ വന്ന് വീഴുന്നു. അത് പൊടിക്കപ്പെടുന്നു. പൊടിച്ചു കഴിഞ്ഞാൽ ഇടിയപ്പം ഉണ്ടാക്കുന്ന സേവനാഴി പോലെ ഒരു യന്ത്രത്തിൽ കൂടെ പോകുമ്പോൾ അത് തിരുത്തീറ്റയായി മാറുന്നു. ഈ തിരുത്തീറ്റയാണ് നമുക്ക് വിപണിയിൽ കിട്ടുന്നത്. അപ്പൊ നമുക്ക് ഇങ്ങനെ ഈ തീറ്റ ആണെങ്കിൽ ഇത് കൊടുക്കുന്ന പാലുൽപാദനത്തിനനുസരിച്ചിട്ടാണ് ഒരു പശുവിന് ശരാശരി ശരീരഭാരം ഇന്നത്തെ പോലെ തന്നെ നാളെ നിലനിർത്താനായിട്ട് ഒരു 1.5 മുതൽ 2 കിലോ കാലിത്തീറ്റ കൊടുക്കുകയും അതിനോടൊപ്പം പിന്നെ 400 ഗ്രാം കാലിത്തീറ്റ വീതം 1 ലിറ്റർ പാലിന്, അതായത് 10 ലിറ്റർ കറവയുള്ള ഒരു പശുവിന് 4 കിലോ കാലിത്തീറ്റ പ്ലസ് ഒരു 1.5 കിലോ കാലിത്തീറ്റ അതിന്റെ ശരീരഭാരം മെയിൻറ്റെയിൻ, അപ്പൊ 5.5 കിലോ കാലിത്തീറ്റ കൊടുക്കേണ്ടതായിട്ട് വരും. പ്ലസ് 30 കിലോ പുല്ല് കൊടുക്കാൻ സാധിക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലത്. 30 കിലോ പുല്ല് കൊടുക്കുകയും 5.5 കിലോ കാലിത്തീറ്റയും കൊടുക്കുകയാണ് ഒരു 10 ലിറ്റർ കറവയുള്ള ഒരു പശുവിന് ഇന്നത്തെ നിലയിൽ കൊടുക്കേണ്ട ഒരു തീറ്റ. അതേസമയം ഇനിയിപ്പം പുല്ല് ലഭ്യമല്ലെങ്കിൽ 5 കിലോ കാലിത്തീറ്റയും 5 കിലോ വൈക്കോലും പ്ലസ് ഈ പറഞ്ഞ പോലെ തന്നെ 5.5 കിലോ കാലിത്തീറ്റയും കൊടുക്കുന്നത് നല്ലതായിരിക്കും. അപ്പൊ 5.5 കിലോ കാലിത്തീറ്റ, 5 കിലോ വൈക്കോല്, 5 കിലോ പുല്ല്. ഇനി പുല്ല് ധാരാളമായിട്ട് ലഭിക്കുന്നുണ്ടെങ്കിൽ 30 കിലോ പുല്ല് പ്ലസ് 5.5 കിലോ കാലിത്തീറ്റ. ഈ പറഞ്ഞ പോലെ തന്നെ അപ്പൊ ഇതൊക്കെ തന്നെയാണ് നമുക്ക് ഇപ്പം പുല്ലെന്ന് പറയുന്നത് നമുക്ക് സ്വന്തമായിട്ട് കൃഷി ചെയ്യാവുന്ന ഒരു കാര്യമേ ഉള്ളൂ. പ്രത്യേകിച്ച് ഹൈബ്രിഡ് നേപ്പിയർ എന്ന് പറയുന്ന ഈ രണ്ട് തണ്ടുള്ള പുല്ല്, സൂപ്പർ നേപ്പിയർ ഉണ്ട്, CO5 ഉണ്ട്, അങ്ങനെ പല പേരുകളിൽ നമുക്ക് ഈ ഹൈബ്രിഡ് നേപ്പിയർ പുല്ല് കിട്ടും. ഏകദേശം 1 സെന്റിനകത്ത് 110 കട വരെ വെക്കാം, ചെരിച്ചു വെക്കണം. ഇതിനകത്ത് ഒരു കുഴിക്കകത്ത് ഏകദേശം രണ്ട് തണ്ട് വരെ വെക്കാവുന്നതാണ്. 60 സെന്റിമീറ്റർ വരികളും നിരകളും തമ്മിലുള്ള അന്തരം ഉണ്ടാവും. ആദ്യത്തെ വിളവെടുപ്പ് നമുക്ക് ഒരു 75ാമത്തെ ദിവസം എടുക്കാം. പിന്നീടുള്ള വിളവെടുപ്പും നമുക്ക് ഈ പറഞ്ഞ പോലെ 75ാമത്തെ ദിവസങ്ങളിൽ തന്നെ എടുക്കാം. ആവർത്തന വിളവ് കിട്ടുന്ന ഒരു സാധനമായതുകൊണ്ട് വളരെ നല്ലതാണ്. നമുക്ക് ഈ പറഞ്ഞ പോലെ ചോളം പോലെയുള്ള പുല്ലൊന്നും നമുക്ക് നമ്മുടെ നാട്ടിൽ ശരിയാവത്തില്ല. കാരണം നമുക്ക് ഇവിടെ തൊഴിലാളികളുടെ കൂലി വളരെ കൂടുതലായതുകൊണ്ട് നമുക്ക് ഒരു വട്ടം വെച്ച് കഴിഞ്ഞാൽ ആവർത്തന വിളവായിട്ട് ഒരു 3-4 വർഷം വരെ വിളവെടുക്കാൻ പറ്റുന്ന, അതിന്റെ ഇടവേളകൾ എന്ന് പറയുന്നത് 75 ദിവസത്തെ ഇടവേളകളിൽ നമുക്ക് വിളവെടുത്തുകൊണ്ടേ ഇരിക്കാവുന്ന ഒരു നല്ല പുല്ലാണ് ഈ ഹൈബ്രിഡ് നേപ്പിയർ. അപ്പൊ നമ്മുടെ നാട്ടിൽ അത് വളരെയധികം ഫേമസ് ആവുന്നുണ്ട്. അപ്പം ഈ ഹൈബ്രിഡ് നേപ്പിയർ 1 സെന്റിന് 110 എണ്ണം വെക്കുന്നതാണ് നല്ലത്. ഒരു കടയിൽ നിന്ന് തന്നെ നമുക്ക് ഒരു 8 കിലോയോളം നമുക്ക് പുല്ല് എന്തായാലും കിട്ടും എന്നൊരു നിലയിലാണ്. 75 ദിവസം കൂടുമ്പോൾ കിട്ടിക്കൊണ്ടിരിക്കും എന്നുള്ള നിലയിലാണ് ഇതിന്റെ പുല്ല്. ഇത് വളർന്നു വരുന്ന ഒരു സംഭവമാണ്, പെട്ടെന്ന് വളരും. ഇനി പുല്ലില്ലാത്ത സമയത്ത് പുല്ല് അച്ചാറ്, പുല്ല് ഉണങ്ങിയൊക്കെ ഉപയോഗിക്കാവുന്നതാണ്. ഇതൊക്കെ തന്നെ നമുക്ക് ഇപ്പം നമുക്ക് ഏകദേശം നമ്മുടെ തീറ്റ നമുക്ക് പുല്ല് മുറിച്ചെടുക്കാനായിട്ട് നമുക്ക് ആ ബുഷ് കട്ടർ പോലത്തെ യന്ത്രങ്ങൾ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. നമുക്ക് ആ ഒരു കാര്യത്തിൽ നമുക്ക് വേണമെങ്കിൽ മെക്കനൈസേഷൻ ചെയ്യാം. അരിഞ്ഞു കൊടുക്കുന്നത് വളരെ നല്ലതാണ്. പുല്ല് അരിയാനുള്ള മെഷീൻസ് നമുക്ക് പല വലിപ്പത്തിലുള്ളത് കിട്ടുന്നുണ്ട്. അപ്പൊ പുല്ല് അരിയാനുള്ള മെഷീൻസ് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ അങ്ങനെ നമുക്ക് ചെയ്യാവുന്നതാണ്.
അപ്പൊ ഇതൊക്കെ തന്നെ നമുക്ക് ചെറിയ ചെറിയ രീതിയിൽ നമുക്ക് സംരംഭകനാവാൻ, ഇതിനി പുല്ല് ധാരാളമായിട്ട് കിട്ടുന്ന സമയത്ത് അത് ചാക്കിനകത്ത് സ്റ്റോർ ചെയ്ത് വെക്കുന്ന ഒരു പരിപാടിയാണ്. അച്ചാർ പോലെ അത് പ്ലാസ്റ്റിക്കിനകത്തും സ്റ്റോർ ചെയ്ത്, ഇത് പുല്ലിന്റെ അച്ചാർ ഉള്ള ഒരു സംഭവമാണ്. പുല്ലിന്റെ അച്ചാർ സൈലേജ് ഉണ്ടാക്കുന്ന ഒരു പരിപാടിയാണ്. അപ്പൊ അതൊന്ന് ഇത് പുല്ല് സ്ഥലമില്ലാതെ പാത്രത്തിൽ പുല്ല് കൃഷി ചെയ്യുന്ന ഒരു സംഭവമാണ് ഹൈഡ്രോപോണിക്സ് എന്ന് പറയും. ഇത് ഒക്കെ തന്നെ നമുക്ക് നിരവധിയായ മാർഗങ്ങളിൽ കൂടിയാണ് ഇപ്പം നമ്മുടെ ഈ ഇത് മേഖല പോകുന്നത്. TMR എന്ന് പറയുന്ന ഒരു മെഷീനാണ്. പശുവിന് കാലിത്തീറ്റയും പുല്ലും എല്ലാം കൂടെ ഒരുമിച്ച് അതിനെ മിക്സ് ചെയ്തിട്ട്, അതിനകത്ത് മിക്സി പോലത്തെ ഒരു സാധനമാണ്, മിക്സിക്കകത്ത് മിക്സ് ചെയ്തിട്ട് അത് പശുവിന് നേരിട്ട് കൊടുക്കാവുന്ന രീതിയിലുള്ള ഒരു യന്ത്രമാണ്. പശുവിന് നമുക്ക് ഇത് വേറെ ഒന്നും കൊടുക്കണ്ട. ഒരു വട്ടം നമ്മളൊരു ട്രാക്ടറിനകത്ത് പോകുന്നു, ആ ട്രാക്ടറിനകത്ത് തന്നെ നമ്മളിത് മിക്സ് ചെയ്ത് കൊടുക്കുന്ന ഒരു നിലയിലുള്ള ഒരു കാര്യമാണ്. അപ്പൊ അങ്ങനെ ഇതൊക്കെ തന്നെ നമുക്ക് ഇത് ഇനിയിപ്പം കുറച്ചും കൂടെ മെക്കനൈസ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് പശുവിന് കൊടുക്കേണ്ട പുല്ലും കാലിത്തീറ്റയും എല്ലാം കൂടെ മിക്സ് ചെയ്ത് ഒരു കല്ല് പോലെ ആക്കുന്ന ഒരു അവസ്ഥയാണ് ഇത്. നമുക്ക് ഇതിന് TMR പെല്ലറ്റ് എന്നാണ് പറയുന്നത്. TMR പെല്ലറ്റ് ആയിട്ട് നമുക്ക് കിട്ടാനുണ്ട്. ഇങ്ങനെ ഒരു ഫീഡ് ഒരു ബ്ലോക്ക് ആയിട്ട് തന്നെ കിട്ടുന്ന ഒരു അവസ്ഥയുണ്ട് നമുക്ക്. അപ്പൊ അങ്ങനെ നിരവധി ടെക്നോളജീസ് ആണ് നമുക്ക് ഉപയോഗിക്കാവുന്നത്. എന്തായാലും നമുക്ക് കപ്പ, അതുപോലെ ചക്കയൊക്കെ തന്നെ നമുക്ക് നമ്മുടെ സമയാസമയങ്ങളിൽ ലഭ്യമാവുന്ന അനുസരിച്ച് നമുക്ക് പശുവിന് കൊടുക്കാനായിട്ട് നമുക്ക് ഉപയോഗിക്കും. പൈനാപ്പിളിന്റെ ചണ്ടി നമുക്ക് ഉപയോഗിക്കാം, പൈനാപ്പിളിന്റെ തൊലി, ഇതൊക്കെ തന്നെ നമുക്ക് നമ്മുടെ ചെലവ് കാശ് കുറയ്ക്കാനായിട്ട് കേരളത്തിൽ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. കവുങ്ങിന്റെ പാളി നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. കവുങ്ങിന്റെ പാളി പ്രത്യേകിച്ചും വെള്ളപ്പൊക്കം പോലെയുള്ള സമയങ്ങളിലൊക്കെ തന്നെ നമുക്ക് ഇങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ, ഈ കാലിത്തീറ്റയുടെ ബ്ലോക്ക് ഒക്കെ തന്നെ നമുക്ക് ഉപയോഗിച്ച് പശുക്കളുടെ പാലുൽപാദനം നിലനിർത്താനായിട്ട് ഒരു ശ്രമം നടത്താവുന്നതാണ്. ഇപ്പൊ ഇത് കണ്ടില്ലേ, പച്ചപ്പുല്ല് പോലും പെല്ലറ്റ് ആയിട്ട് വരുന്ന ഒരു അവസ്ഥയാണ്. അതായത് നമുക്ക് പുല്ലില്ലെങ്കിൽ തന്നെ പുല്ലിന്റെ പെല്ലറ്റ് ഉണ്ടാക്കി അത് ആ സമയങ്ങളിൽ, ഇങ്ങനെയൊക്കെയുള്ള വെള്ളപ്പൊക്കമുള്ള സമയങ്ങളിലൊക്കെ പശുവിന് കൊടുക്കാവുന്ന രീതിയിലേക്ക് നമുക്ക് പോകാവുന്ന ഇതാണ്. കൃത്യമായിട്ട് രോഗപ്രതിരോധ കുത്തിവയ്പ്പുകൾ ഒക്കെ എടുക്കാം. ഉൽപാദന രോഗങ്ങൾ പലതും ഉണ്ടാവും. പ്രത്യേകിച്ചും അകിടുവീക്കമാണ് ഒരു പ്രധാനപ്പെട്ട ഒരു സംഭവം. ദഹനക്കേട് ഉണ്ടാവാറുണ്ട്. വയറ്റിപ്പെരുക്കം വയറ് പെരുകുന്ന ഒരു സംഭവമാണ്. ഇത് സൂക്ഷ്മാണു ദഹനമായതുകൊണ്ട് വയറ് പെരുകാനുള്ള സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് നമ്മളൊരു എന്തെങ്കിലും ഒരു വെളുത്ത ഒരു ദ്രാവകം ഡോക്ടറോട് പറഞ്ഞു കഴിഞ്ഞാൽ വയറ്റിപ്പെരുക്കത്തിനുള്ള ഒരു സിറപ്പ് മേടിക്കാൻ കിട്ടും. ഞാൻ ഒരു കമ്പനിയുടെയും ഒരു വക്താവ് അല്ലാത്തതുകൊണ്ടാണ് ഇവിടെ ഒരു പേര് പറയാത്തത്. നമുക്ക് ഡോക്ടറോട് പറഞ്ഞു കഴിഞ്ഞാൽ വയറ്റിപ്പെരുക്കത്തിനുള്ള ഒരു സിറപ്പ് എപ്പോഴും മേടിച്ചു വെക്കുന്നത് നല്ലതാണ്. എപ്പോഴാണ് ഇടതുവശം വീർത്ത് വരുന്നത് നമുക്ക് പറയാൻ പറ്റത്തില്ല. അപ്പൊ അതൊന്നും ഉണ്ടെങ്കിൽ ഒരെണ്ണം കൊടുക്കാനായിട്ട് നമുക്ക് പറ്റും. സൗജന്യമായിട്ട് നിങ്ങളുടെ മൃഗാശുപത്രിയിൽ തന്നെ കിട്ടുന്നുണ്ടാവാം. വയറിളക്കമുള്ള ഒരു പശു എന്ന് പറയുമ്പോൾ അതിന്റെ ഈ പൃഷ്ഠഭാഗത്ത് ആ കാലിൽ എപ്പോഴും ചെറിയ ചാണകത്തിന്റെ പൊടി പോലെ നമുക്ക് കാണാം. ആയിരിക്കാം ഒരു കാരണം. അപ്പൊ അങ്ങനെയൊക്കെ ആകുമ്പോൾ മരുന്ന് കൊടുക്കേണ്ടി വരും. വയറിളക്കം വലിയൊരു നമുക്കൊരു നഷ്ടമാണ്. അതുപോലെ തന്നെ പശു പ്രസവിച്ച ഉടനെ തന്നെ ക്ഷീണം വരുന്ന ഒരു അസുഖം, ഗ്ലൂക്കോസിന്റെ കുറവ് കാരണം പശു തളർന്നു വീഴുന്ന, അപ്പം ഡോക്ടറെ വിളിച്ച് ഡ്രിപ്പ് കൊടുക്കേണ്ട ഒരു അവസ്ഥ ഉണ്ടാവുന്ന ഒരു അസുഖമുണ്ട്. അത് പ്രത്യേകിച്ചും പശുവിന്റെ ശരീരം മെലിഞ്ഞു വരുന്നത് കൊണ്ട് ഉണ്ടാവുന്ന ഒരു കാര്യമാണ്. അപ്പൊ അതും നമുക്ക് വേണമെങ്കിൽ ചിന്തിക്കാവുന്നതാണ്. അകിട് വീക്കം, അത് അകിടിന്റെ വൃത്തി നമ്മൾ മര്യാദയ്ക്ക് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ, പ്രത്യേകിച്ചും അകിടിന്റെ ഈ സുഷിരം, അകിടിന്ന് പാല് വരുന്ന ആ സുഷിരം, അത് പലപ്പോഴും ഈ കൂടുതലായിട്ടൊക്കെ നമ്മുടെ കറവയന്ത്രം ഉപയോഗിക്കുമ്പോൾ പലപ്പോഴും അതിനകത്ത് മുറിവുകളും ചതവുകളും ഒക്കെ ഉണ്ടാവുന്നുണ്ട്. അത് മര്യാദയ്ക്ക് അടയുന്നില്ല. അതുകൊണ്ട് ഈ ചാണകത്തിലോട്ടൊക്കെ ഇത് കിടക്കുമ്പോഴത്തേക്ക് ചാണകത്തിലെ രോഗാണുക്കൾക്ക് ഇതിനകത്തോട്ട് കയറി പോകാനായിട്ട് പറ്റുന്ന ഒരു അവസ്ഥയുണ്ട്. അതുകൊണ്ട് അകിട് കൃത്യമായിട്ട് നമ്മൾ കറവയ്ക്ക് ശേഷം അകിട് ഈ പറഞ്ഞ പോലെ തന്നെ ചില ലായനികളിൽ മുക്കിയെടുക്കണം. നമ്മൾ മരുന്ന് ലായനികളിൽ മുക്കിയെടുക്കുന്നത് വളരെ നല്ലത്. അയോഡിൻ ലായനികൾ, പോവിഡോൺ അയോഡിന്റെ ലായനികൾ നമുക്ക് കിട്ടും. ആ പോവിഡോൺ അയോഡിന്റെ ലായനിയിൽ കൃത്യമായിട്ട് അകിട് മുക്കിയെടുക്കുന്നത് വളരെ നല്ലതാണ്. ഇതുപോലത്തെ പാത്രങ്ങളിലാണ് നമ്മൾ ഈ അകിടിന്റെ ലായനി നിറച്ചിട്ട് അകിട് ഒന്ന് മുക്കിയെടുക്കുന്നത് വളരെ നല്ലതാണ്. അപ്പൊ അത് നമുക്ക് ചിന്തിക്കാവുന്നതാണ്. അതുപോലെ തന്നെ മറ്റേ അകിട് വീക്കം കുറയ്ക്കാനായിട്ട് പഞ്ചസാര പോലത്തെ പൊടി നമുക്ക് മൃഗാശുപത്രിയിൽ നിന്ന് കിട്ടും. 50 കിലോയ്ക്ക് 1.5 ഗ്രാം, അതായത് ഒരു 350 കിലോയ്ക്ക് ഒരു 7.5 ഗ്രാം 8 ഗ്രാം ഒക്കെ വെച്ചിട്ട് നമുക്ക് അത് കൊടുക്കാൻ സാധിക്കുകയാണെങ്കിൽ ഒരു പരിധി വരെയൊക്കെ അകിട് വീക്കം കുറയ്ക്കാനായിട്ട് സാധിക്കും എന്നുള്ള ഒരു നിലയിലാണ്. വറ്റുകാല ചികിത്സ, പശുവിനെ പ്രസവിക്കാറാവുമ്പോൾ ഒരു 7-ാം മാസമൊക്കെ ആവുന്ന സമയത്ത്, പശു ഗർഭിണിയായിട്ട് 7-ാം മാസമൊക്കെ ആവുന്ന സമയത്ത് ആ കറവ നമ്മൾ വറ്റിക്കുന്ന ഒരു പരിപാടി നമ്മൾ ചെയ്യാറുണ്ട്. കറവ വറ്റിച്ചതിന് ശേഷം അതിന്റെ ആ മുളക്കാമ്പിനകത്ത് നമ്മൾ മരുന്ന് നിറച്ചു വെക്കുന്ന ഒരു സംഭവം നമ്മൾ വറ്റുകാല ചികിത്സ ഇതിനു വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന ഒരു കാര്യമാണ്. നമുക്ക് A2 മിൽക്ക് ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞു, ഈ പറഞ്ഞ പോലെ തന്നെ പലപ്പോഴും ഈ 300-350 രൂപയ്ക്കൊക്കെയാണ് പലരും ഈ പാല് അമുല് തന്നെ ചെയ്യുന്നുണ്ട്. A2 മിൽക്കിനെ അവര് തന്നെ നാടൻ പശുവിന്റെ പാല് എന്നുള്ള നിലയിൽ ഇപ്പൊ പല ഫാമുകളും നമുക്ക് ഗിർ പശുവിനെ മാത്രമായിട്ട് വളർത്തുന്നത് A2 മിൽക്കായിട്ട് 300-350 രൂപയ്ക്കൊക്കെ ആണ് ഒരു പാല് വിപണിയിൽ എത്തിക്കുന്നത്. അപ്പൊ ഇതൊക്കെ തന്നെ നമുക്ക് പുതിയ വിപണികളായിട്ട് നമുക്ക് നോക്കാവുന്നതാണ്.
പാല്, തൈര്, നെയ്യ്, ബട്ടർ, ക്രീം, പനീർ ഒക്കെ തന്നെ ഉൽപ്പാദിപ്പിക്കുന്ന നിരവധിയായ പദ്ധതികൾ നമുക്കുണ്ട്. ഈ പറഞ്ഞ പോലെ തന്നെ പല കമ്പനികൾ ഇതെല്ലാം തന്നെ ചെയ്യുന്നുണ്ട്. നമുക്ക് സ്വന്തമായിട്ട് കുപ്പിക്കകത്ത് വരെ നമ്മൾ കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ കുപ്പിക്കകത്ത് വരെ നമ്മൾ ഈ പറഞ്ഞ പോലെ കണ്ണാടി പഞ്ചായത്തില് നമ്മള് ഈ പാലുൽപാദനം വിപണി ചെയ്യുന്ന ഒരു പരിപാടിയൊക്കെ ചെയ്തിരുന്നു. നമുക്ക് പാല് ഏറ്റവും എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം തൈരാക്കുന്നതാണ്. ഒരു മൂല്യവർദ്ധനം. ക്രീം സെപ്പറേറ്റർ നിങ്ങൾക്ക് ഈ ചിത്രത്തിൽ കാണാം. ക്രീം സെപ്പറേറ്റർ പോയി കഴിഞ്ഞാൽ നെയ്യ് നമുക്ക് അതിന്റെ ക്രീം നമുക്ക് സെപ്പറേറ്റ് ചെയ്തെടുക്കാം നെയ്യ് ഉണ്ടാക്കാനായിട്ട്. അപ്പൊ അങ്ങനെ ഒരു രീതിയിൽ നമുക്ക് വേണമെങ്കിൽ ചെയ്യാം. സംഭാരം വളരെ എളുപ്പത്തിൽ ചെയ്യാവുന്ന ഒരു മൂല്യവർദ്ധന പ്രൊഡക്റ്റ് ആണ്. നമുക്ക് ഇപ്പോ ഈ നമ്മുടെ ATM കൗണ്ടർ പോലെ കാശിട്ട് കഴിഞ്ഞാൽ പാല് കിട്ടുന്ന നമുക്ക് അങ്ങനെയുള്ള ഇത് കിട്ടുന്നുണ്ട്. അപ്പൊ നമുക്ക് വീട്ടിൽ നിന്ന് ഒരു ഇതുമായിട്ട് പോയി കഴിഞ്ഞാൽ അവിടെ പാലിന്റെ കാർഡോ അല്ലെങ്കിൽ പാലിന്റെ കാശോ ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെ ചെയ്യാവുന്നതാണ്. നമുക്ക് ഫാം എന്ന് പറയുന്നത് ഒരു ടൂറിസം കേന്ദ്രമായിട്ട് ആളുകൾ ഡെവലപ്പ് ചെയ്ത് പശുവിന്റെ ഫാമിനെ ഒരു ദിവസം കാണാൻ വരാൻ പോകുന്ന രീതിയിൽ ഇപ്പൊ കുട്ടികളൊക്കെ, പ്രത്യേകിച്ച് കുഞ്ഞു കുട്ടികളൊക്കെ നമുക്ക് പശുവിൽ നിന്നാണ് പാല് കിട്ടുന്നതെന്ന് പോലും അറിയാത്ത കുട്ടികളുണ്ടാവും. അപ്പൊ അവർക്കൊക്കെ ഒരു എഡ്യൂക്കേഷണൽ ടൂർ പോലും അടുത്തുള്ള സ്കൂളുകൾക്ക് ഒരു ഫാമിലേക്കൊക്കെ വരാവുന്ന രീതിയിലേക്കൊക്കെ കാര്യങ്ങൾ ആ ഒരു രീതിയിലേക്കൊക്കെ ചിന്തിക്കുന്നുണ്ട് ആളുകൾ. അപ്പം ചെറിയൊരു പാർക്ക് മറ്റു കാര്യങ്ങളൊക്കെ വേണം ആളുകൾക്ക് വന്ന് ഇത് ഫാം ടൂറിസം വന്ന് താമസിക്കാനുള്ള റൂമുകൾ സഹിതം ഉള്ള ഫാമാണ്. അപ്പൊ അങ്ങനെ പല രീതിയിൽ കാള ഉണ്ടെങ്കിൽ കാളെ നമുക്ക് കാളക്കുട്ടിയായിട്ട് വളർത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു ഏകദേശം ഒരു 10 മാസം 12 മാസം കൊണ്ടൊക്കെ ഈ വളർച്ചയെത്തും. ഒരു കാളക്കുട്ടി ജനിച്ചു കഴിഞ്ഞാൽ അതിനെ വെറുതെ കൊടുക്കുന്നതിനേക്കാളും ഭേദം അതിനെ വളർത്തി അതിനെ ഒത്ത ഒരു കാളയായിട്ട് നമുക്ക് വിൽക്കാനായിട്ട് സാധിക്കുന്നു എന്നുള്ളതും നമുക്ക് ഒരു വരുമാന മാർഗമായിട്ട് ചിന്തിക്കാവുന്നതാണ്. ഇതെല്ലാം പോട്ടെ, ഈ ചാണകമാണെങ്കിലും ചാണകത്തിൽ നിന്നും നിരവധിയായ വർദ്ധിത ഉൽപ്പന്നങ്ങൾ നമുക്ക് ഉണ്ടാക്കാം. കമ്പോസ്റ്റ് ഉണ്ടാക്കാം, ചാണകപ്പൊടി ഉണ്ടാക്കാം. അതൊക്കെ തന്നെ നമുക്ക് ചിന്തിക്കാവുന്ന കാര്യമേ ഉള്ളൂ. ഇന്ന് ഞങ്ങളുടെ അവിടെ ഫാമില് ഞങ്ങള് കറവയന്ത്രമൊക്കെ പ്രവർത്തിപ്പിക്കുന്നത് ഈ ബയോഗ്യാസ് വെച്ചിട്ടാണ്. ബയോഗ്യാസ് വിപണിയിലേക്ക് നമുക്ക് എത്തിക്കാനായിട്ട് ബലൂണുകളിൽ ബയോഗ്യാസ് നിറയ്ക്കുന്ന ചില സംരംഭങ്ങൾ നമുക്ക് വരുന്നുണ്ട്. വെർമി കമ്പോസ്റ്റ് നമുക്ക് നല്ല രീതിയിൽ നമുക്ക് ചിലവുള്ള ഒരു കാര്യമാണ്. ചാണകം ഉണക്കാനായിട്ടുള്ള ചില യന്ത്രങ്ങൾ ജീപ്പിൽ ഘടിപ്പിച്ചുകൊണ്ട് ചില ചെറുപ്പക്കാർ ഇറങ്ങിയിട്ടുണ്ട്. അവർക്ക് ചാണകപ്പൊടിയിലോട് അവർക്ക് വണ്ടി വെച്ചു കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് ഇത് ഉണക്കിയെടുത്ത് പൊടിയാക്കി ചാണകത്തിനെ പൊടിയാക്കി മാറ്റി ഈ ഒരു രീതിയിലേക്ക് നമുക്ക് ആക്കാനായിട്ടുള്ള സാങ്കേതിക വിദ്യകളൊക്കെ ഇപ്പൊ അവൈലബിൾ ആണ്. അത് ഗോമൂത്രത്തിനും ഒരു വിപണി ഇന്ന് ഉണ്ട്. ഒരു ഗോമൂത്രം ഒരു വളമായിട്ട് പലരും ഉപയോഗിക്കപ്പെടുന്ന ഒരു വിപണിയാണ്. ചാണകത്തിന്റെ കേക്കുകൾ പോലും നമുക്ക് ആമസോണിലും ഫ്ലിപ്കാർട്ടിലും ഒക്കെ കിട്ടുന്ന ഒരു സമയമാണ്. ചാണകം ഉണക്കി അതിനെ ചാണക വട്ടി എന്ന് പറയുന്ന സംഭവം അതിനെ നമുക്ക് ഈ പറഞ്ഞ പോലെ തന്നെ ആമസോണിലൊക്കെ വരെ തന്നെ നമുക്ക് വിൽക്കാവുന്ന ഒരു രീതിയിലേക്കാണ് പോകുന്നത്. ഇത്രയും കാലം നമുക്കൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നത് പഞ്ചായത്തിന്റെ ലൈസൻസ് ആണ്. അതുപോലെ തന്നെ പഞ്ചായത്തിലെ കെട്ടിട നിർമ്മാണം സംഭവങ്ങളൊക്കെ ആയിരുന്നു. ഇതെല്ലാം തന്നെ കുറെയൊക്കെ ഗവൺമെന്റ് തന്നെ അതിനെ നമുക്ക് എളുപ്പത്തിലാക്കാനുള്ള ശ്രമം നടത്തിയിട്ടുണ്ട്. ഈ പശു പ്രസവത്തോടെ വീണ് പോകുന്ന ചില ബുദ്ധിമുട്ടുകൾ വലിയ സംഭവമാണ്. അപ്പൊ ഇൻഷുറൻസ് ഉണ്ടാവണം. അതുപോലെ തന്നെ ചില കർഷകർ തന്നെ ചില കണ്ടുപിടുത്തങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട്. അവര് വീടാന്തരം വന്ന് പശുവിനെ പൊക്കി കൊടുക്കുന്ന പരിപാടികളൊക്കെ ചെയ്യുന്നുണ്ട്. എന്നിരുന്നാലും നമുക്കൊരു ഇൻഷുറൻസ് നമുക്ക് വളരെ ആവശ്യമാണ്. പശുവിന് ഗോസമൃദ്ധി പ്ലസ് എന്നൊക്കെ പറയുന്ന രീതിയിലുള്ള ഇൻഷുറൻസ് നമുക്ക് ഇത് മൃഗാശുപത്രിയിൽ നിന്ന് ലഭ്യമാണ്. ഇത്രയൊക്കെയാണ് നമ്മളൊരു സംരംഭം എന്നുള്ളൊരു നിലയിൽ നമ്മൾ ചിന്തിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ നമുക്ക് പറയാനുള്ളത്. അപ്പം ഇത് ഒക്കെയാണ്. നിങ്ങൾക്ക് ഇനിയിപ്പോ സംശയങ്ങൾ നിങ്ങൾക്ക് ചോദിക്കാം. നമുക്ക് മുന്നോട്ട് പോകാം. ഹലോ ഡൗട്ട്സ് ഉള്ളതുകൊണ്ട് ആരെങ്കിലും ചോദിക്കാം? ആർക്കെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഹലോ, ഒന്നുമില്ലെങ്കിൽ ആർക്കും ഒന്നും മനസ്സിലായില്ലെന്നാണ്. അല്ലെങ്കിൽ ഹലോ, എന്തെങ്കിലും ഒരു സംശയം, എനിക്കൊരു എൻകറേജ്മെന്റെങ്കിലും ഒന്ന് ചോദിക്കൂ. ഡൗട്ട്സ് നമുക്ക് ലാസ്റ്റ് നിർത്താം. ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഞാൻ സാറിന് മെസ്സേജ് അയക്കാം. ഡൗട്ട്സ് വന്നാൽ സാറിന് ഞാൻ മെസ്സേജ് അയക്കാം സാറേ. ആയിക്കോട്ടെ. അപ്പം ഇത്രയും നല്ല ക്ലാസ് എടുത്ത് ജീൻ സാറിന് താങ്ക് യു പറയുന്നു. ഇത്രയും നേരം എന്നെ ഹലോ പറഞ്ഞോളൂ. ഹലോ, ഇല്ല സാർ, വേറെ ആരുമില്ല. ഞാൻ മെസ്സേജ് ഇട്ടേക്കാം. ആയിക്കോട്ടെ. ശരി. റൈറ്റ്. ഓക്കെ താങ്ക് യു സാർ.